പ്രൈസ് ലോൺ. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചു, വെളിച്ചമുണ്ടായതെങ്ങനെ? അപ്പം ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു സൂര്യനിൽ നിന്നാണ്, മറ്റേ ആൾ പറഞ്ഞു തോമസ് എഡിസൺ ആണ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു ദൈവത്തിൽ നിന്നാണ്, നാലാമത്തെ ആൾ പറഞ്ഞു ഒരു വെളിച്ചം ഉണ്ട പരുവത്തിലാക്കി എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചാൽ വെളിച്ചം ഉണ്ടയായി കിട്ടും. അപ്പം 4 പേരും 4 ഡിഫറെൻറ്റ് രീതി പറഞ്ഞു. ഒരു തമാശ ചോദ്യമാണെങ്കിലും എന്നെ അത് ആഴത്തി ചിന്തിപ്പിച്ചു. കാരണം ഇപ്പോൾ ഫിലോസഫിക്കൽ വേ ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾ പറയും സൂര്യനാണെന്ന് പറയും. സൂര്യൻ എങ്ങനെ ഉണ്ടായിരുന്നു, സൂര്യൻ്റെ രീതി, സൂര്യൻ്റെ നിന്നാണ് വെളിച്ചം വന്നതൊക്കെ. രണ്ടാമത്തെ ആൾ സയൻസിന് പ്രാധാന്യം കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ സയൻസ് തോമസ് എഡിസനാണ് ഉണ്ടാക്കിയെന്നൊക്കെ രീതി പറയും. മൂന്നാമത്തെ ആൾ പറയുവാണെന്നുണ്ടെങ്കിൽ പറയും യേശു ക്രിസ്തു ഒരു ദൈവത്തിലാണ്, പറയും യേശു ക്രിസ്തു ഉണ്ടാക്കുന്നത്. നാലാമത്തെ ആൾ വാക്കിന് പ്രാധാന്യം കൊടുത്തു. മനസ്സിലായോ? ആ ഉണ്ടയായി എന്നുള്ള വാക്കിന് ഉണ്ടായതെങ്ങനെയെന്നല്ല, ഉണ്ടയായതെങ്ങനെ എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ട് പറഞ്ഞു. അപ്പം ഇതാണ് വേർഡ്സിന് പ്രാധാന്യം കൊടുത്ത ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയി പോകുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ എന്നാൽ നമുക്ക് വാക്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സുഖസ്വതാവേ, ഇന്നത്തെ ഈ പാലക്കാട് ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വരുന്നു. അല്പസമയം ഞങ്ങൾ ദൈവീയ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ആയിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമേ, കൺഫ്യൂഷനുകളൊന്നും ഉണ്ടാകരുതേ. അടിയൻ്റെ നാവിനോടും വാക്കിനോടും ദൈവമേ കൂടെ ഇരിക്കണമേ. പരിശുദ്ധമായാൽ ദൈവമേ നല്ല രീതിയിൽ പറയുവാനും ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുവാനും ഒന്നും ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ഹേർട്ട്ഫുള്ളായിട്ടുള്ള രീതിയിലും ആയിരിക്കരുതേ. ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കും മാത്രമായി തീരുമാനമാക്കണമേ. ദൈവമേ, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ജനത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പരിവർത്തിക്കുവാനും അതുമാത്രമല്ല ദൈവമേ ഒരു ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുവാനും ദൈവത്തെ ഭയപ്പെടുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും അതിന് പ്രകാരം ജീവിക്കാനും വചനത്തിൽ കൂടുതലായി എൻജോയ് ചെയ്യുവാനും സന്തോഷിക്കുവാനും ഇതുമൂലം സഹായിക്കണമേ. യേശു മൂലം സഹായിക്കണമേ. യേശു തന്നെ ആമേൻ. ഓക്കെ, നമുക്ക് വാക്യം വായിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച 1, 2 നമ്മൾ വാക്യങ്ങൾ ശ്രദ്ധിച്ചു. ഈ ആഴ്ച നമുക്ക് 1-ാം ദിവസം 3, 4, 5 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഞാനത് വായിക്കാം. ആദ്യം ഹീബ്രു വായിക്കാം, പിന്നെ ഇംഗ്ലീഷും പിന്നെ മലയാളത്തിലും വായിക്കാം. ഓക്കെ. വയോമേർ എലോഹിം യഹി ഓർ വയഹി ഓർ വയാർ എലോഹിം എറ്റ് ഹാ ഓർ വീൻ കീറ്റോ വയാവ്ദേൽ എലോഹിം വീൻ ആ ഓർ വുവീൻ ഹാ ഹോഷേക്ക് വൈക്ര എലോഹിം ലാ ഓർ യോം വയ ഹോഷേക്ക് ഖറ ലൈല വൈഹി എരവ് വൈഹി ബോക്കേർ യോം ഏക്കാദ്. ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് എബ്രായ അവർ വായിക്കുന്നില്ല, അതിൻ്റെ അകത്ത് പഞ്ച്വേഷനും എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനത് മാറ്റിയില്ല. കാരണം ഇത് ഹെബ്രായർ അവർ വായിക്കുന്ന രീതിയിലുള്ള, അപ്പം നമുക്കത് മാറ്റി ജസ്റ്റ് കാരണം ഓരോ വേർഡിന് എവിടെയൊക്കെ നിർത്തണമെന്നും ഇത് കൊടുക്കണമെന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ വായിക്കുമ്പോൾ അത് മാറ്റി വെറും കോൺസ്റ്റൻറ്റും വാവൽസും മാത്രമേ വെച്ച് വായിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തും ഉള്ളതുകൊണ്ട് ഏതാ കോൺസ്റ്റൻറ്റും ഏതാ വാവൽസ് എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഓക്കെ എനിവേ, ഗാഡ് സെഡ് let there be light, and there was light. God saw that the light was good, and God separated the light from darkness. God called the light day and called the darkness night. And there was evening and there was morning, a first day. ഓക്കെ, ഇനി നമ്മൾ മലയാളത്തിൽ നോക്കാം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം.
ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് ഈ എന്തുവാ ഷെക്കൈന, സിംസും, വെസൽ ഒന്നുകൂടെ ഒന്ന് പെതുക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഞാനതൊന്ന് എന്നെ കഴിയാവുന്ന രീതി പെതുക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഷെക്കൈന എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല, നമുക്ക് ക്രിയേഷൻ മൂലമേ ഇങ്ങോട്ട് അറിയത്തുള്ളൂ. അതിന് മുമ്പേ അവസ്ഥ എന്തോ ആയിരുന്നു എന്നത് ഇൻഫിനിറ്റ് അവസ്ഥ. ഇൻഫിനിറ്റ് അവസ്ഥ യഹൂദന്മാർ പറയുന്നു അതൊരു വെളിച്ചമായിരുന്നു. എൻസോഫ് എന്ന് പറയുന്നത് വെളിച്ചമായിരുന്നു എന്ന് പറയുന്നു. എന്തുമായിരുന്നു അറിയത്തില്ല. പക്ഷേ ഏതൊരവസ്ഥയായിരുന്നാലും ആ അവസ്ഥ ഇച്ചിരി ഒന്ന് ഞെരുങ്ങിയിട്ട് എന്താ പറ്റുന്ന സും എന്ന് പറയുന്നത് ഇത് ഞെരുങ്ങുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ദൈവം ക്രിയേഷൻ നടത്തി. മനസ്സിലായി? ഏതൊരു മാറ്റർ ഉണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ടാണ് പഞ്ഞൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും ഇടുമ്പം ആ വെള്ളം ഒന്ന് കോൺട്രാക്ട് ചെയ്യും. എന്തിനാണ്? മറ്റേ ആ അവസ്ഥ വരാൻ വേണ്ടി. മനസ്സിലായി? അപ്പം അതാണ് അത് സും എന്ന് പറയുന്നതും ഷെക്കാനയ്ക്ക് ഒത്തിരി അർത്ഥം, പല അർത്ഥങ്ങളുണ്ട്. വെളിച്ചത്തിന് പറയും, അതേപോലെ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്ന് പ്രകാശത്തിന് ഷെക്കാന പറയും. അതേപോലെ മേഘം പകൽ മേഘസംഭവം, രാത്രി അഗ്നിസംഭവത്തിനും ഷെക്കാന പറയും. അതേപോലെ യേശു ക്രിസ്തുവിന് ഷെക്കാന എന്ന് പറയും. അപ്പം അതേപോലെ ഈ വെസൽ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ ഒരു വെസലായിട്ട് അപ്പം ആ വെസൽ ക്രിയേറ്റ് ചെയ്തതിനകത്ത് ഒരു ഫോൾട്ട് വരും. മനസ്സിലായി? ബട്ട് ഫോൾട്ട് വരുത്താൻ നമ്മുടെ ഇത് കൊണ്ട് ഫോൾട്ട് ആ വെസലിനുണ്ടാകരുത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പാപിയാക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെങ്കിൽ നടന്നില്ല. മനസ്സിലായി? അപ്പോൾ ആ വെസൽ പൊട്ടിയില്ല. അന്ന് ആ ദൂതന്മാരുടെ വെസൽ പൊട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ വരുമ്പോൾ ആ വാക്ക് വരുമ്പം അതിൻ്റെ ഗമാഷിയ യൂസ് ചെയ്യുമ്പോൾ 288 എന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് യഹൂദന്മാർ പറയുന്നത് 288 ദൂതന്മാർ കുറേ പേര് വീഴ്ത്തപ്പെട്ടു പോയി. ആ വെസൽ പൊട്ടി വീഴ്ത്തപ്പെട്ടു പോയി. അത് കുറേ ഭൂമി വീണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമി വീണ ആൾക്കാരെ എന്തെടുത്തു? ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു എന്ന് നമ്മൾ യൂദാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് FAC ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് പവർ ഓഫ് ദ എയർ എന്ന്, പ്രിൻസ് ഓഫ് ദ എയർ, എന്തോ വായുവിലെ ഒരു അധിപതി എന്ന് പറയുന്നത്. അത് എന്തുവെന്ന് പറയുന്നത് വെച്ചാൽ ഈ കുറേ പേര് താഴെ വീണു, കുറേ പേര് ഈ എയറിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് ഡാനിയലിൻ്റെ പ്രാർത്ഥന മേലിൽ പോകാതെ എയറിൽ തങ്ങി നിന്നെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പം നമ്മളോട് ദൈവദാസന്മാർ പറയാറുള്ളത് ആദ്യം ദൈവത്തെ സ്വർഗ്ഗസ്ഥനായ പിതാവേ അല്ലെങ്കിൽ ദൈവത്തെ കോട്ട് ചെയ്ത് പറയണം, പിന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. അവസാനം ഇത് ഒരു ലെറ്റർ അയക്കുന്ന പോലെ. മനസ്സിലായി? അപ്പം സ്റ്റക്കാകരുത് എന്നുള്ള രീതി പറഞ്ഞതും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അവിടെ ഒരു പ്രിൻസ് ഓഫ് എയർ അതിൻ്റെ അകത്തുണ്ട്. അത് റക്കിയയുടെ മുകളിലായിട്ടാണ്. അത് അടുത്ത പ്രാവശ്യം Day 2 വരുമ്പോൾ റക്കിയ വരും. അപ്പോൾ അന്നേരം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ആ വെസൽ അവർ കാത്തു സൂക്ഷിക്കാഞ്ഞത് കൊണ്ട് ആ വെസൽ പൊട്ടി വീണു. നമ്മളും ഒരു വെസലാണ്. നമ്മളും കാത്തു സൂക്ഷിച്ചില്ല. അതവും അവയും പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്ത് പറ്റി? ഏതിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വന്നു. മനസ്സിലായി? അപ്പം പാപം നമ്മളെ നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ പാപം വന്ന് അത് പൊട്ടിപ്പോയി. അപ്പം നമ്മൾ പാപിയായിപ്പോയപ്പോൾ നമ്മളെന്ത് കൊടുക്കുന്നത്? നല്ല പ്രവൃത്തി ചെയ്ത് നമ്മൾ ഇതാകുന്നു, പ്രവൃത്തിയാൽ നന്നാകാൻ പോകുന്നെന്ന് യഹൂദൻ്റെ. പക്ഷേങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിനാലല്ലാതെ ദാറ്റ്സ് നോ വേ എന്ന് പറയുന്നു. ഓക്കെ. അപ്പം നമുക്കത്, പക്ഷേ യഹൂദന്മാർ ഒരു സ്റ്റെപ്പോടെ കൂടുതൽ പോയി. എന്തെന്ന് വെച്ചാൽ ദൂതന്മാർ മുഖാന്തരം ഈ ലോകത്തിനും ഫോൾട്ട് വന്നു. ആ ലോകത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി കോൺസെപ്റ്റുകളും ഐഡിയകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യം, ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ലതല്ലെങ്കിൽ നമുക്ക് അസുഖം വന്നിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അവസാനം രോഗം വന്നിട്ട് നമ്മൾ ദൈവമില്ല അതില്ല പറഞ്ഞിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും. പക്ഷേ അല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് പല പ്രാവശ്യവും വാണിംഗ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ രോഗം വരും. നമ്മളത് കാത്തു സൂക്ഷിക്കാതിരുന്നാൽ എന്തോ പറ്റും? രോഗം വരും. എന്നിട്ട് പിന്നെ നമ്മൾ ദൈവമില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല.
ഓക്കെ, അതേപോലൊരു കോൺസെപ്റ്റ്. അതേപോലൊക്കെ അതാണ് ഷെക്കേന മനസ്സിലായാലും ഒരു വെളിച്ചം. അതൊന്ന് ഇച്ചിരി ഒന്ന് മാറി ഇച്ചിരി ഒന്ന് ഇതായി കോൺട്രാക്ട് ചെയ്തപ്പം അതിൻ്റെ അകത്ത് ആ കോൺട്രാക്ഷനാണ് സുംസു എന്ന് പറയുന്നത്. അതിൻ്റെ അകത്താണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു പൈ പീസ, അതിൻ്റെ അകത്ത് ഒരു സ്ലൈസിൻ്റെ അകത്ത് ഒരു ഒലിവുകായാണ് ഭൂമി. അതിൻ്റെ അകത്ത് നമ്മളിലെ ഒരു ബീജത്തിൻ്റെ അകത്താണ് വന്നു എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായി. അപ്പം അഖിലാണ്ടത്തെ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത ഒരാൾ ഒരു ബീജത്തിൻ്റെ അകത്ത് വന്നു. അതേപോലെ നിക്കോദിമോസ് എന്നോട് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പം നിക്കോദിമോസ് പട കൺഫ്യൂസ്ഡ് ആയിപ്പോയത് ഇതാണ് കോൺസെപ്റ്റാണ്. എങ്ങനെ എനിക്ക് മാതാവിൻ്റെ വയറ്റിൽ പോയി പിന്നെ ഒന്നുകൂടെ ജനിക്കാൻ പറ്റും? മനസ്സിലായോ? അതേപോലെ ഒട്ടകത്തെ കുഴലിൽ കൂടെ വിടുന്ന അവസ്ഥ. ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ? മനസ്സിലായോ? അപ്പോൾ അതേപോലൊരു കോൺസെപ്റ്റാണ് യേശു ക്രിസ്തു മനസ്സിലായി ഭൂമി വന്നത്. ഞാൻ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ആൾ ഷെക്കാനയുടെ കൈക്കുമ്പിളിൽ ഈ കാണുന്ന സകല സംഭവവും ദൈവത്തിൻ്റെ കൈക്കുമ്പിളിൽ ഇരിക്കുന്നത് പറയുന്നു. മനസ്സിലായി. അപ്പോൾ ആ കൈക്കുമ്പിളിൽ ഇരിക്കുന്നതിൻ്റെ ഈ വ്യക്തി എങ്ങനെ അതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ് നമുക്കത് മനസ്സിലാകാൻ പറ്റത്തില്ല. വി കനോട്ട് ഫാത്തം എന്താ ഗാഡ്സ് ഇത് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി. അതുകൊണ്ടാണ് ബൈബിളിൽ പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം എത്ര പ്രേമി, അതിൻ്റെ ആഴം, ഉയരം, നീളത്തെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മനസ്സിലായി. വായിച്ചു വരുമ്പം വി കനോട്ട് കോംപ്രിഹെൻഡ്. നമ്മുടെ തലയ്ക്കകത്ത് കൊള്ളാവുന്നതിനെക്കാട്ടി ഒരു വലിയൊരു ഇതാണ്. എന്ന് വെച്ചാൽ പണ്ട് കൊളറാഡോയിൽ ഒരു ഡെക്കുണ്ട്. കൊളറാഡോയിലാന്ന് തോന്നുന്നു. ഒരു ഡെക്കുണ്ട്. ഡെക്കയിൽ ലൈറ്റ് ആ അടിയിൽ വെച്ചേക്കും. അപ്പം നമ്മൾ ആൾക്കാർ വിസിറ്റേഴ്സ് എന്തോ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോയി ആ സീനറി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ ബാക്കിൽ ഇരിക്കുന്ന ആളെന്തോ എടുക്കുന്നത് ആ ലൈറ്റ് അങ്ങ് മാറ്റും. മാറ്റുന്നുണ്ടെങ്കിൽ വെറും ഗ്ലാസ് അല്ലേ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നിർത്തിയേക്കുന്നത് ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് ഒരു പൊട്ടിപ്പോയാൽ നമ്മൾ താഴെ വീണു പോകും. അപ്പോഴത്തേക്ക് ഈ ലൈറ്റ് മാറ്റുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും പേടിച്ചു തിരിച്ച് ബാക്കിലോട്ട് ഓടും. മനസ്സിലായി. അങ്ങനത്തെ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ ഒരു ഇതാണ് നമ്മൾ നിൽക്കുന്ന ആ ഒരു മനസ്സിലായി. എല്ലാ ചുറ്റും വീടുണ്ടോ എന്തോന്ന് അതേപോലെയുള്ളൊരു ഇപ്പം ഭൂമിയെ നിർത്തിയേക്കുന്നത് എങ്ങനെയാണ് നിർത്തിയേക്കുന്നത്? ഒരു എയറിലൊരു ബാലൻസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്, എവ്രിവെയർ. ആ പ്രസൻസ് നിലനിർത്തുന്നു. പക്ഷെ ആ പ്രസൻസാണ് ഭൂമി നമ്മുടെ അടുക്കെ ഭൂമിയിൽ വന്ന് യേശുക്രിസ്തുവായിട്ട് വന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നു. മനസ്സിലായി. അത് ഒരു അൺതിങ്കബിളാണ്. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഈ അപ്രീഷിയേഷൻ തരാറുണ്ട്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ പേടിയാണ്. കുറ്റവും പറയാറുണ്ട്, ഒത്തിരി നിന്നെയും ദുഷിയും പഴിയൊക്കെ എല്ലാം ചെയ്യാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പം ആദ്യമൊക്കെ സങ്കടമാണെങ്കിൽ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ വഴി നേരെയാണെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ ഏതെന്ന് വെച്ചാൽ ഈ അപ്രീഷിയേഷൻ കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗത്തിൻ്റെ ഫാറ്റ് നമുക്ക് എടുക്കാനുള്ളതല്ല, അത് ദൈവത്തിനായിട്ടുള്ളതാണ്. അപ്പം ഇപ്പം ഈ ചില ആൾക്കാർ ഒത്തിരി ബ്രില്യൻ്റാണ്, സ്മാർട്ടാണ്. ഒരു സ്മാർട്ടും അല്ല, ഒരു ബ്രില്യൻറ്റും അല്ല. കാരണം ഞാൻ എന്ന് തന്നെ ഒരു വ്യക്തിക്ക് ഒരു കഴിവില്ല. ദൈവം തരുന്നത് ഞാൻ മറ്റുള്ള ആൾക്കാർ പറയും. മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ ആൾക്കാർ യഹൂദന്മാരും കൂടെ യേശുക്രിസ്തുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കല്ലറയെ കൊണ്ടുവച്ചു. കല്ലറയെ സീൽ ചെയ്തിട്ട് അവർ വലിയ മിടുക്കന്മാരെ പോലെ ഇരുന്നു. പക്ഷേങ്കിൽ കല്ലറയ്ക്കറിയാം ഈ സൃഷ്ടിച്ച ആരാ ഇരിക്കുക. കല്ലറയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം പൊട്ടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞു. കല്ലറയ്ക്ക് പോലും പേടിയായിപ്പോയി. നാഥനെ വന്ന് തിരിച്ചറിയാൻ പറ്റി. മനസ്സിലായോ? പക്ഷേ ഈ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. വലിയ ജ്ഞാനിയാണെന്നും വലിയ മിടുക്കനാണെന്നും പറഞ്ഞ ആൾക്കാർ കൊന്നു, അവരുടെ ദൈവത്തെ കൊന്നു, അവരുടെ ഹോപ്പ് നശിപ്പിച്ചു എന്ന് അതിന് വലിയ മിടുക്കനായിട്ടിരുന്നു. എല്ലാം പറ്റിയോ? മിടുക്കനായോ? ഇല്ല. എന്തോ പറ്റി?
ആ മനുഷ്യന് മനസ്സിലാകാത്ത കാര്യം കല്ലറയ്ക്ക് മനസ്സിലായ കല്ലറ വഴി മാറി യേശുക്രിസ്തുവിന് മുമ്പിൽ ഒരു ക്രിയേറ്ററാണ്. പക്ഷേ മീൻവെൽ മനുഷ്യൻ എന്താ പറയുന്നത്, അവൻ സ്മാർട്ടാന്ന് പറഞ്ഞ് ഇവരുടെ ഹോപ്പ് നശിപ്പിച്ചു, ഇവരെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ മിടുക്കടിച്ച് നടക്കുക അല്ലേ. ഇതേപോലെ കാണുന്ന മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. ദൈവം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തന്ന സാധനം അത് യൂസ് ചെയ്ത് നമ്മൾ വലിയ മിടുക്കന്മാരാണ് കാണിക്കുന്നത്. ഒരു മിടുക്കുമല്ല, നമ്മുടെ ഒരു കഴിവും ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ സകല മാനവും മഹത്വവും ദൈവത്തിന് പോകണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ കാണുക. നമ്മൾ വലിയ മനുഷ്യനെ ചിന്തിക്കും, വലിയ ബുദ്ധി ഇതാന്ന് പറഞ്ഞ് വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് ജീവൻ്റെ ഉറവിടമായ നാഥനെ, ക്രിയേറ്ററിനെ, ദ ഹോൾ ക്രിയേറ്ററിനെ, ക്രിയേഷൻ കൊന്നു എന്ന് പറഞ്ഞ് വലിയ ആളുകളിലേക്ക് വില നടന്നു. അത്രയേ ഉള്ളൂ, എല്ലാം ചപ്പും ചവറും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് സുംസും എന്ന് പറഞ്ഞത്. സുംസും എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഷെക്കായന എന്ന് പറയുന്നത് ഹോൾ, ആ ഒരു പ്രകാശം, ലൈറ്റ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസ്, ഗാഡ്സ് പ്രസൻസ്. ഓക്കെ, പിന്നെ വെസൽ എന്ന് പറയുന്നത് യേശുക്രിസ്തു വെസലായി കീഴത്ത് സൂക്ഷിച്ചു. അപ്പം വെസൽ പൊട്ടി കുറേ ആൾക്കാർ എയറിൻ്റെ അവിടെ സ്റ്റക്കായി, കുറേ ആൾക്കാർ പോയി. ആ വെസലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രകാശം അടിക്കുമ്പം അത് റിഫ്ലക്റ്റ് ചെയ്യുക, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. പക്ഷെ ആ പ്രകാശം അടിക്കുമ്പോൾ അകത്ത് ഇതുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. മനസ്സിലായോ? ഇപ്പം നമ്മൾ ചില തേങ്ങയോ അല്ലെങ്കിൽ ഇതാണ് അകത്തൊന്നും ഇല്ലെങ്കിൽ പൊള്ളയാണെന്നുണ്ടെങ്കിൽ നിലത്ത് വീഴുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ അകത്ത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇത് ചെയ്യും എന്ന് പറയുന്നതിലുള്ള ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. മനസ്സിലായി? അപ്പം നമ്മളുടെ ജീവിതം നമ്മൾ കാത്ത് സൂക്ഷിക്കുക, റിഫ്ലക്റ്റ് ചെയ്യാം. അതെന്തു വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുമ്പോൾ ലൈറ്റിനെ പറ്റിയല്ലേ വരുന്നത്, അപ്പോൾ അവിടെ വരും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഇത് ഹാഫ് ആൾക്കാർ എവിടെ പോയി എയർ സ്റ്റക്കായിരുന്നു, ഹാഫ് ആൾക്കാരെ ഇരുട്ടിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പം അടുത്തത് നമുക്കിന്ന് അപ്പം തുടങ്ങാം. വയോമിർ എലോഹിം. വയോമിർ എന്ന് പറഞ്ഞാൽ ദൈവം സംസാരം, ഗാഡ് സെഡ്, ഗാഡ് സ്പീക്ക്. യോ മേർ, നമ്മൾ വാവ് പറഞ്ഞു, യോ അത് പറഞ്ഞു, പിന്നെ അമാർ എന്ന് പറഞ്ഞാൽ പറയുക, സ്പീച്ച്, വേർഡ്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ആകുമ്പം ഒരു സാധാരണ സ്പീച്ചല്ല, ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മനസ്സിലായോ? ഒരു ദൈവത്തിൻ്റെ കൽപ്പനയാണ് അവിടെ വരുന്നത്. അപ്പം ഈ വേർഡ് അമാർ എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിലായിരിക്കും. പക്ഷേങ്കിൽ അവിടെ വാവ് വന്നിട്ട് 2 യോത് വരുമ്പം 2 എണ്ണം യോത് ഡബിൾ ആവും. അത് വരുമ്പോൾ എന്ത് പറ്റും, ഇത് പാസ്റ്റ് ടെൻസ് ആവും. ഗാഡ് സെഡ് ആവും. ഗാഡ് സെയ്സ് അല്ല, ഗാഡ് സേ അല്ല, ഗാഡ് സെഡ് ആവും. മനസ്സിലായോ? അപ്പം ആ ഒരു വേർഡിനെ അതിൻ്റെ മുമ്പിലത്തെ പ്രീഫിക്സ് കൊണ്ട് അതിനെ പാസ്റ്റ് ടെൻസിലാക്കും. മനസ്സിലായി? അത്രയേ ഉള്ളൂ. അപ്പം ഈ വാവെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ വാവുണ്ടെന്ന്. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഇത് 2 വാവേ ഉള്ളൂ, കറുത്ത വാവും വെളുത്ത വാവും ഉള്ളൂ. ഇത് കറുത്ത വാവും അല്ല, വെളുത്ത വാവും അല്ല. ഓക്കെ, ഇത് എബ്രായ ഭാഷയിലെ 6ാമത്തെ ലെറ്ററാണ്, 6ാമത്തെ അക്ഷരമാണ്. ഓക്കെ, 6ാമത്തെ അക്ഷരമായ വാവ് എന്ന് പറയുന്നത് അതൊരു ഇങ്ങനെ വന്നിട്ട് താഴോട്ടുള്ള ഒരു ഇതുപോലെ ഒരു ഹുക്ക് പോലെ ഇരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുക 2 സാധനം. ഓക്കെ, അപ്പോൾ അമാർ എന്ന് പറഞ്ഞാൽ ഗാഡ് സെഡ്. അപ്പം ഈ വേർഡ് നമ്മൾ ബെർഷീറ്റിൻ്റെ നമ്മൾ പഠിച്ചു. അത് ബിനായെപ്പറ്റിയും ഹോക്മയെപ്പറ്റിയും പഠിച്ചു. അത് രണ്ടും ഫെമിനിൻ ഇല്ല. പക്ഷെ എന്നാൽ ഈ ഗാഡ് സെഡ് എന്ന് പറഞ്ഞാൽ ഈ വേർഡ് ബിക്കം ദൈവത്തിൻ്റെ കൽപ്പന, അല്ലെ ദൈവത്തിൻ്റെ വേർഡ് ബിക്കം ഫ്ലഷായി വന്നു. അപ്പം ഗ്രീക്കിൽ അത് ലോഗോസ് വായിക്കുമ്പോഴും മാസ്കുലിനാണ്. മനസ്സിലായി? മാസ്കുലിനും ഫെമിനിനും പിന്നെ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ന്യൂട്രലാണ്. പക്ഷേ എബ്രായ ഭാഷയിൽ ന്യൂട്രലില്ല, മാസ്കുലിനും ഫെമിനിനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം വേർഡ് ബിക്കം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് എമംഗ് പീപ്പിൾ. ഓക്കെ, ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്, ദൈവത്തിൻ്റെ കൽപ്പന, അല്ലെ ദൈവത്തിൻ്റെ വചനം. ഓക്കെ,
അപ്പം ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവർഫുള്ളിനെ പറ്റി നമ്മൾ ഒത്തിരിയും സ്ഥലത്ത് വായിക്കാറുണ്ട്. എന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനത്തിൽ പറഞ്ഞ മാൻപേടകളെ പ്രസവിക്കുമാറാക്കി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പാറയെ പിളർക്കുമാറാക്കി, എന്തുവാ റെവലേഷനിൽ വീഴുമ്പം എന്തുവാ ഒത്തിരിയും സമുദ്രത്തിൻ്റെ വെള്ളം പോലുള്ള കവിഞ്ഞൊഴുക്ക് പോലുള്ള രീതിയിലാണെന്ന് പറഞ്ഞാൽ വേർഡ്സ് പല രീതി ഉപമിച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നും പറഞ്ഞ് ആ വേർഡ് ഇതാ ആണെന്നല്ല, മനസ്സിലായോ? അപ്പം അതേപോലെ കാണുന്നു. ഓക്കെ, അപ്പം അതൊന്ന്. രണ്ട്, അടുത്ത എലോഹിം. അപ്പോൾ എലോഹിം അമ്മാർന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേർഡേ ഉള്ളൂ. എലോഹിം വന്നപ്പോൾ എന്തോ ഉള്ളൂ, ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റായി. ഒരു നോർമൽ നമ്മൾ പറയുന്നവരുള്ള ഒരു സ്പീച്ചിനെ എലോഹിം വന്നപ്പം അതൊരു കമാൻഡ്മെൻറ്റാക്കി മാറ്റി, മനസ്സിലായി? വയോമിർ എലോഹിം, അല്ലെങ്കിൽ അമാർ എലോഹിം, ഫ്രണ്ടിലൊന്നും ഇല്ലെങ്കിൽ. അപ്പം ഗാഡ് സേസ്, അമാർ എലോഹിം എന്ന് പറയുമ്പോൾ ഗാഡ് സേസ്. വയോമേർ വരുമ്പം ഗാഡ് സെഡ്. ഓക്കെ, അടുത്ത യഹി ഓർ, വയഹി ഓർ. അപ്പം രണ്ട് യഹി ആണ് വരുന്നത്. പക്ഷേ ഈ വേർഡ് അമാർ പാസ്റ്റൻസ് ആക്കിയല്ലോ, വൈ യോദിൻ്റെ ആ ഡബിൾ വന്നപ്പോൾ എന്താ പറ്റി, വയഹി വന്നപ്പം അത് പാസ്റ്റാക്കി, മനസ്സിലായി? അപ്പം യഹി ഓർ ലെറ്റ് ദെയർ ബി ലൈറ്റ്, മനസ്സിലായി? വൈ യഹി എന്ന് പറഞ്ഞപ്പോൾ ദെയർ വാസ് ലൈറ്റ്, പാസ്റ്റൻസ് ആക്കി, മനസ്സിലായി? ഒരു ഇത് എബ്രായ ആൾക്കാരത് പറയുന്നത് രണ്ട് ബിഗ് ബാങ്, മനസ്സിലായി? രണ്ട് അക്ഷരങ്ങൾ ബാങ് ചെയ്തപ്പം ഇതായെന്ന് പറയും, മനസ്സിലായി? ഒരു പാസ്റ്റ് ടെൻസും ഒരു പ്രസൻറ്റ് ടെൻസും വന്ന് ബാങ് ചെയ്തു, വാവ് അതിനെ കണക്ട് ചെയ്ത് ഇതാക്കി, മനസ്സിലായി? അപ്പം ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓർ എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ എബ്രായ ഭാഷയിൽ നിങ്ങളതൊന്ന് ഗൂഗിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗൂഗിൾ ചെയ്യണം കേട്ടോ. ഗൂഗിൾ ചെയ്തിട്ട് ആ ഓർ എന്ന് പറഞ്ഞ് നോക്കണം. ആലേഫ് വാവ്, അതിൻ്റെ മേലിലൊരു ഡോട്ട് പോലെ വരും. അതിന് ഹോലേം എന്ന് പറഞ്ഞ ഒരു ഇത് എന്താ വാവൽസാണ്, മനസ്സിലായി? അത് കഴിഞ്ഞ് റേഷ് എന്ന് പറഞ്ഞ വാക്കാണ് വരുന്നത്. അപ്പം ആലേഫ് എന്ന് പറഞ്ഞ വാക്കിന് ദൈവത്തിൻ്റെ യൂണിറ്റി, മനസ്സിലായി? റേഷൻ എന്ന് പറഞ്ഞ് ഹെഡ് ഓഫ് ദ ഇത് വാവ് എന്തോ ക്രിസ്തു ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്തിട്ട് ക്രൗൺ ഇവിടെ ഈ ഡോട്ട് മേളിൽ വരുന്നതിനാണ് ക്രൗൺ എന്ന് പറയുന്നത്. ചില സമയത്ത് ഈ വാവ് അവിടെ നിന്ന് ഇല്ലാതായിട്ട് ആലേഫിൻ്റെ മണ്ടയ്ക്ക് ക്രൗൺ വരും. പക്ഷേ ഇവിടെ അതും വായിക്കുമ്പോൾ ഓർന്നാണ് വായിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തോ പറ്റി, ആലേഫ് വാവ് വന്നിട്ട് എൻ്റെ മേലിലൊരു ഡോട്ട് വന്ന എവിടെ, വാവിൻ്റെ ക്രിസ്തുവിൻ്റെ മണ്ട, ക്രൗൺ, മനസ്സിലായി? ക്രൗൺ വന്നിട്ട് ദൈവം ക്രിസ്തുവിനെ എല്ലാത്തിനും തലയാക്കി വെച്ചെന്നുള്ള പോലുള്ള അർത്ഥം. എല്ലാ വേർഡ്സിനും ഇതേപോലൊക്കെ അതങ്ങനെ പറയാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും, മനസ്സിലായി? അതുകൊണ്ട് അടുത്ത വാക്കിലിട്ട് പോകാം. ഓർന്ന് വെച്ചാൽ ലൈറ്റ്, ഓ ഇട്ടിട്ട് ആറ് ഓർ. അത് നമ്മൾ ഇംഗ്ലീഷ് വരുമ്പം ഓർന്ന് വരുമ്പം അല്ലെങ്കിൽ, മനസ്സിലായി? എന്ന് പറയാം ആൻഡ് ഓർ എന്നൊക്കെ പറയുന്ന പോലുള്ള അതാ. പക്ഷേങ്കിൽ ക്യാപിറ്റൽ ഓ വരും, ഓർ. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ഓർ വരും. അപ്പം നമ്മൾ ഇതെന്തോ ഉദ്ദേശിക്കുന്നത്, നമ്മളാണ് ലോകത്തെ ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നമ്മുടെ ഇരുളായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വെളിച്ചം വന്നതായിട്ട് ഓർക്കുക. ഓക്കെ, നമുക്ക് ലാസ്റ്റിൽ അത് കൂടുതൽ വെളിച്ചം വന്നു, ലെറ്റ് ദെയർ ബി ലൈറ്റ്. ഇരുട്ടായിരുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വെളിച്ചമായി, ഗാഡ് ഈസ് ലൈറ്റ്. യോഹന്നാൻ 1 അങ്ങോട്ട് താഴോട്ട് വായിച്ച് വരുമ്പം ഒത്തിരി ഉണ്ട്, ലൈറ്റ് ഷൈൻ ഇൻ ദ ഡാർക്ക്നെസ്, മനസ്സിലായി? ദൈവം വെളിച്ചം ഇരുട്ടിൽ പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇരുളായ അവസ്ഥയിൽ നിന്ന് ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി, മനസ്സിലായി? വെളിച്ചമുണ്ടായി, വെളിച്ചം പ്രകാശിച്ചു, മനസ്സിലായി? നമ്മളൊരു വെസലാണ്. നമ്മൾ പാപത്താൽ വീഴ്ത്തപ്പെട്ടു പോയി. യേശു ക്രിസ്തുവിനാണ് നമ്മളെ വീണ്ടെടുത്തു. നൗ ഇറ്റ്സ് അവർ റിഫ്ലക്ഷൻ. അപ്പം ഈ സെയിം
കോൺസെപ്റ്റ് എവിടെ വരുന്നുണ്ട്? മത്തായിയുടെ സുവിശേഷത്തിനകത്ത് വരുന്നുണ്ട്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. മനസ്സിലായോ? അത് നമുക്ക് പുറകാലെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ. അപ്പോൾ ഈ ലൈറ്റ് അല്ല, ഈ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ലൈറ്റ് അല്ല എൻസോഫ് എന്ന് പറഞ്ഞ ഇൻഫിനിറ്റി ഷെക്കൈന. തെറ്റിപ്പോരെ, ഷെക്കൈനയും ഈ ലൈറ്റും ഒന്നല്ല. ഞാനിത് പല ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ആരും ഇതുവരെയായിട്ടും ഫുള്ളായിട്ട് സമ്മതിച്ചിട്ടില്ല. എങ്കിലും പറയാം, സൂര്യന് ഇത്രയും പ്രകാശം നൽകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് സൂര്യനെ പ്രകാശിച്ച് സൂര്യൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലോട്ട് ലൈറ്റ് വരുന്നതിനെ 8 മിനിറ്റും 17 സെക്കൻഡും അങ്ങനെ ഉണ്ടാകും. 12-17 സെക്കൻഡ് അങ്ങോട്ട് വേണം ഭൂമിയിലോട്ട് ലൈറ്റ് വരാൻ. അത്രയും സമയം പിടിക്കും സൂര്യനിൽ നിന്ന് ഭൂമിയിൽ ലൈറ്റ് വരാൻ. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു റിഫ്ലക്റ്റ് ചെയ്തതെന്ന് പറയുന്നു. ഏതോ ഒരു അദൃശ്യമായ ഷെക്കൈന, ഷെക്കൈന എൻസ് ഓഫ് ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റും ഈ ലൈറ്റും ഒന്നല്ല. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്ത ലൈറ്റ്, മറ്റേ ദർ വാസ് എ ലൈറ്റ്. ഓക്കെ, അപ്പം അത് മറന്നു പോകരുത്. അടുത്ത വാക്യം നമ്മൾ പറഞ്ഞ വൈ ആർ എലോഹിം. ഓക്കെ, വൈ ആർ എലോഹിം ഗാഡ് സോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. വയോമേർ പറഞ്ഞ് ഗാഡ് സെഡ്, വൈ ആർ ഗാഡ് സോ. അത് കഴിഞ്ഞ് അടുത്ത 5-ാമത്തേൻ്റെ അകത്ത് പറയുന്നത് വൈക്ര ഗാഡ് കോൾഡ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ഇനിയുള്ള എല്ലാ 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം 6-ാം ദിവസം വരെ ഇതിങ്ങനെ മാറി മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഗാഡ് സോ എന്ന് പറയുന്നത് വൈ ആർ എലോഹിം എന്ന് പറയുമ്പം റ ആ എന്നുള്ള വാക്കിനെ ഫ്രണ്ടിൽ മുമ്പേ നമ്മൾ വയോമർ പ്രസൻറ്റൻസിനെ പാസ്റ്റൻസ് ആക്കിയ പോലെ ഇതിന് വാവും ഡബിൾ യോതും എന്തുകൊടുത്തു? ഈ റ ആ എന്നുള്ള വാക്കിനെ പാസ്റ്റൻസ് ആക്കി. ഗാഡ് സോ, എലോഹിമോടെ വരുമ്പോൾ ഗാഡ് സോ, ദൈവം കണ്ടു. മുമ്പേ അത് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കമാൻഡ്മെൻറ്റ്സായി. ഇപ്പം ദൈവം കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ച പോലെയല്ല. മനസ്സിലായി? അഗ്നിജാലിക്കൊത്ത കണ്ണുള്ള ആൾ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം അത് വരുമ്പോൾ വൈ ആർ എലോഹിം എന്ന് പറയുമ്പോൾ എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം. ആ ദൈവത്തിന് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും നല്ലതും നന്മയും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ ആവശ്യങ്ങളിലും പ്രസൻസ് ആയിരിക്കുന്നത്, കാണാൻ പറ്റുന്നത്, ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. മനസ്സിലായി? പക്ഷെങ്കിൽ ഇവിടെ ഒമിനി പ്രസൻറ്റ് ആയിട്ടുള്ള ദൈവം, ഒമിനി പ്രസൻറ്റ്, ഒമിനി പൊട്ടൻ, ഒമിനി ഏഷ്യൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇവിടെ വരുമ്പം ഒരു റോമലേനത്തിൽ വരുമ്പം ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തെ ദൃശ്യമായി കാണുന്നതാണ് നേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പം അങ്ങനെ വരുമ്പം ദൈവത്തിൽ നിന്ന് ദാവീദ് പറയുന്നത്, എനിക്ക് ഞാൻ പക്ഷിയെപ്പോലെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് പാർത്താലും അവിടെയും നിൻ്റെ കാര്യം. ഗാഡ്സ് പ്രസൻസ് ഇസ് എവ്രിവേ, ഗാഡ് ഹു സീസ് എവറിത്തിങ്. ഓക്കെ, അപ്പം ആ അങ്ങനെ വരുമ്പം ഒരു ഹിന്ദുസത്തിലെ ഒരു കോൺസെപ്റ്റുമായിട്ട് അവർ ദൈവം മുക്കിലും മൂലയിലും തുരുമ്പിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട്. നോ അത് അല്ല. പക്ഷെങ്കിൽ ഈ സുംസും പോലെ ഉള്ള എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ഷെക്കൈന, ഇൻസൈഡ് ദ ഷെക്കൈന. മനസ്സിലായി? ആ ഷെക്കൈന ഈസ് എവ്രിവേ. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചു പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വെളിച്ചം എല്ലാ ഇരുളിനെ മാറ്റി എല്ലാം റിവീലായി വരും. മനസ്സിലായി? നമുക്കൊന്നും ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. അതാണ് ഗാഡ് സീസ് എവറിത്തിങ്. ദൈവത്തിൻ്റെ കണ്ണാൽ നമ്മുടെ കാഴ്ച പോലല്ല. നമ്മൾ ഔട്ട്വേർഡ് നോക്കും, ഗാഡ് ലുക്സ് അറ്റ് ഇൻസൈഡ്. മനസ്സിലായി? അപ്പം ഗാഡ് സോ വൈ ആർ എലോഹിം എറ്റ് ഹ ഓർ കീറ്റോ. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഇതെടുത്തൊക്കെയാണ് ആലേഫും ടാവും. മനസ്സിലായി? നമ്മൾ 1-ാം വാക്യത്തിൻ്റെ അകത്ത് നമ്മൾ
ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പറയുണ്ടായി, ഒരു ദേവദാസനെ പറ്റി പറയാനുണ്ടായി, ഒരു ഫേമസ് ആയിട്ടല്ലാത്ത ഒരു ദേവദാസൻ. പക്ഷേ ഈ ദേവദാസൻ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളിയാക്കുവാന്ന് പലരും ഇത് റോങ് ആയിട്ട് എടുക്കും, എന്നെ കുറ്റപ്പെടുത്താനായിട്ട് എടുക്കും, ദേവദാസന്മാരെ കളിയാക്കുക. അങ്ങനെ ഇത് കളിയാക്കുന്നൊന്നുമല്ല. ഇത് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ഒരു ദേവദാസൻ ഒരു പ്രശസ്തിയോ ഒന്നുമില്ല, ഒരു സ്റ്റേജ് പ്രോഗ്രാമിലോ അങ്ങനത്തെ ഒന്നിലും പ്രശസ്തമല്ലാത്ത ഒരു ദേവദാസനുണ്ട്. പക്ഷെ ആ ദേവദാസൻ ആ കുടുംബത്തിൽ വന്ന് പല ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ ബോംബെ പോലുള്ള പട്ടണങ്ങളിൽ പോകുമ്പോൾ അവരുടെ വീട്ടിൽ നേഴ്സിംഗായിട്ട് പഠിച്ച് വന്നവരും മറ്റേ ജോലി വന്നിട്ടും. അപ്പം ഈ ദേവദാസനെ എവറി മന്ത് ഒത്തിരി പേരെ സ്റ്റുഡൻസിനെ രക്ഷപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്കും ഒരാൾ ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ജോലി എന്ന് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് നടക്കുക. അപ്പോൾ എനിക്ക് അതിശയം തോന്നിയെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഫേമസ്, ബട്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്നേഹം, എൻ്റെ ദൈവമേ, ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും കിട്ടില്ല. കാരണം എല്ലാവരും അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ എന്നൊക്കെ കഴിഞ്ഞാൽ കൊച്ചൊന്നുമല്ല, വലിയ ഗിഫ്റ്റ്. അവരുടെ വീടുകൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കണം. അവരെ രക്ഷപ്പെടുത്തിയ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയ എന്ന് കഴിഞ്ഞാൽ അപ്ലിഫ്റ്റ് ചെയ്ത് വിട്ടത് എന്ന് പറയുന്ന പോലുള്ള വാക്കാണ് ഇത്. ഒരു ഫേമസും അല്ല, എബ്രായ ഭാഷയിൽ ഒരു ഫേമസും ഇല്ല ഇതിന്. പക്ഷെങ്കിൽ ഇത് ആദ്യം മുതൽ എല്ലാം അറിയുന്ന അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ആലേഫ് കൊണ്ട് തുടങ്ങുന്നു, ടാവ് കൊണ്ട് നിർത്തുന്നു. 2 എബ്രായ ഭാഷയിലെ ആദ്യത്തെ അവസാനത്തെ ലെറ്റർ എടുത്ത് ഒരുമിച്ച് വയ്ക്കുന്നതാണ് എറ്റ്. മനസ്സിലായി? അപ്പം ഇത് ഗ്രീക്ക് വരുമ്പം നമ്മളെന്താ പറയുക, ആൽഫയും ഒമേഗയും. മനസ്സിലായി? ആ സെയിം കോൺസെപ്റ്റായി ഇവിടെ വരുന്നത് എറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും അല്ല, പക്ഷേ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇതിനൊരർത്ഥമില്ല. ഇന്നേ വരെ യഹൂദന്മാർ പോലും ഇതിനൊരർത്ഥം കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായി? അപ്പോൾ അതേപോലെയുള്ള രീതിയാണ് നമ്മൾ. അതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ദേവദാസ് നമ്മൾ പലരും, നിങ്ങൾക്ക് ഞാൻ ഈ പറയുമ്പം നിങ്ങൾക്കും പലരെയും ഇതേപോലെ അറിയാം. ഒരു ഫേമസും അല്ല, ഒരു സ്റ്റേജിലും ഒന്നും ഒരു ഇതുമില്ല. പക്ഷെങ്കിൽ അവർ ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെ ചെന്നാലും ഇവരെ എല്ലാവരും അറിയും. എല്ലാവരും നല്ല അപ്ലിഫ്റ്റ് ചെയ്തെന്നുള്ള നല്ല ഇതാണ് പറയുന്നത്, അഴുക്കല്ല പറയുന്നത്, നല്ലതാണ് പറയുന്നത്. അതേപോലെയുള്ള അനേക പേർ അതേപോലെയുള്ള ഒരു വേർഡ് അല്ല ഇത്. ഈ വേർഡ് എവിടെ വരുന്നു അതിന് മറ്റേ അടുത്ത വേർഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, മനസ്സിലായ, ഒരു വേർഡാണ്. പക്ഷേ ഇതിനർത്ഥമില്ല. അതാണ് ഓക്കെ. അപ്പോൾ എറ്റ് ഹ ഓൾ എന്ന് വെച്ചാൽ നമുക്കറിയാം വെളിച്ചം. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത എന്തോ കീ ടോ. കീ എന്ന് മനസ്സിലായ ദാറ്റ്. അപ്പം ദൈവം കണ്ടു വെളിച്ചം നല്ലത്. ടോ എന്ന് പറഞ്ഞാൽ നല്ലത്. മനസ്സിലായി? അപ്പം കീ ടോ ദാറ്റ് ഗുഡ്. ഓക്കെ. അപ്പം കീ ടോവ് കണ്ടു. അപ്പം കീ എന്ന് പറഞ്ഞാൽ ദാറ്റാണ്. ടോവ് എന്ന് പറഞ്ഞാൽ ഈ ടോവിന് ഒത്തിരി അർത്ഥമുണ്ട്. ഒത്തിരി അർത്ഥമുള്ളൊരു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഗുഡ്, ബ്യൂട്ടി, അല്ലെങ്കിൽ ഹാർമണി എന്നൊക്കെ ഉള്ളത്. ഹാർമണി എന്ന് പറയുന്നത് ടിഫേററ്റ്, സ്റ്റാർട്ട്സ് വിത്ത് ടി. ഓക്കെ. ഇത് ഈ ടോവ് എന്ന് പറഞ്ഞ വേർഡും ടാവിൽ നിന്ന് തുടങ്ങി പിന്നെ വാവ്, മേളിൽ ക്രൗണ്, പിന്നെ ബ വായിച്ചില്ലേ? ബ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അതിൻ്റെ അകത്ത് ഒരു കിഴുത്താണ്. ഓക്കെ. അപ്പോൾ ഈ കിഴുത്ത മാറുമ്പം അത് മനസ്സിലായി? അപ്പം ടോവ്. അപ്പം എന്തോ എഴുതും? ടാവ്, ടിഫേററ്റ്, മേലേത് റേഷ്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു വാക്കിന് അതിന് അർത്ഥമുണ്ട്. അത് മാത്രമല്ല ദൈവം കണ്ടു ഇത് നല്ലതെന്ന്. മനസ്സിലായി? എന്ത് നല്ലതെന്ന്? വെളിച്ചം നല്ലതെന്ന്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങളെ നോക്കുമ്പോൾ വെളിച്ചം നിങ്ങളിൽ വന്നു, നല്ലതാണോ? നിങ്ങൾ നല്ലതാണോ? വെളിച്ചം നിങ്ങളിലുള്ള വെളിച്ചം നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യം. ഹാർമണി ഉണ്ടോ? ഇപ്പം ഈ കീപ് ടോ എന്ന് പറഞ്ഞ് നല്ലതെന്നുള്ളതിൻ്റെ ഉദ്ദേശം ഹാർമണി, ടിഫേററ്റ്, ബ്യൂട്ടി. മനസ്സിലായോ? ഞാൻ എല്ലാം ഏതൊരു കാര്യത്തിന് ദൈവം അത് ക്രിയേറ്റ് ചെയ്തോ ആ പ്രവർത്തനം അതിൽ കൂടെ നടന്നു. പ്രവർത്തനം മാത്രമല്ല, ആ പ്രവർത്തനം ഒത്തിരി അധികമായി പ്രയോജനപ്പെടുന്ന രീതിയിൽ ആകുന്നു. അപ്പം
മനസ്സിലായോ? അതാണ് ടിഫെയർ, ബ്യൂട്ടി, ഹാർമണി. അത് ഒന്നൊന്നിനെ പറ്റി ഈ ലൈറ്റ് മറ്റൊരു ലൈറ്റിനെ ഇടിച്ച് വഴക്കുണ്ടാക്കി ആ ബഹളം ഉണ്ടാകുന്ന രീതിയിലല്ല. ഹാർമണി, ഇതൊന്നിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതി. അപ്പം ഇങ്ങനെ വരുമ്പം എനിക്ക് ഇങ്ങനെ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നത്. മനസ്സിലായോ? ഉപ്പിനാൽ രുചി വരുത്തുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളും അടുത്ത ആളിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. മനസ്സിലായോ? ഇപ്പം ദാവീദും ശൗലും തമ്മിൽ ഉള്ള കാര്യത്തിൽ ശൗല് ദാവീദുമായിട്ട് ഹാർമണിയായിട്ട് പോകുമായിരുന്നെങ്കിൽ ദേ വുഡ് ഹാവ് ബീൻ ഒരു 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 ഭയങ്കര ഒരു നേഷനായേനെ, അൺബീറ്റബിൾ നേഷനായേനെ. പക്ഷെങ്കിൽ ഒരു അഭിഷക്തൻ രാജാവ് മറ്റൊരു അഭിഷക്തനെ അവിടെയുള്ള ജലസി കൊണ്ട് പിന്നെന്തോ ആണെന്ന് നമുക്കറിയാം. ദുരാത്മാവ് വന്ന് കുന്തമെടുത്തെറിയുക. ഹാർമണിയാണോ അവിടെ ഉണ്ടായത്? ഒരു വെളിച്ചം, അവിടെ ഒരു വെളിച്ചത്തെയാണോ ക്രിയേറ്റ് ചെയ്തത്? അല്ല, അല്ലേ? ഹാർമണി അല്ല. ആ ദൈവം ഉദ്ദേശിച്ച പോലുള്ള വെളിച്ചമാണോ അവിടെ ഉണ്ടായത്? അല്ല. പിന്നെന്തോ ഉണ്ടായേ? കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായി, റൈറ്റ്? വഴക്കുണ്ടായി. ഒരു ഹാർമണിയായിട്ട്, പക്ഷെ ഹാർമണിയായിട്ടുള്ള അവസ്ഥയിൽ പോകുമായിരുന്നെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നാമം വിജയിക്കുകയും ചെയ്തതിനെ. ദേ ബിക്കം ദ അൺബീറബിൾ ഇതായതിനെ. ഒരിക്കലും തകർക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൻ ശക്തിയായതിനെ. പക്ഷെങ്കിൽ ജലസി, മനസ്സിലായി, നമ്മുടെ ആ വെസൽ നമ്മൾ കീപ്പ് ചെയ്തില്ല. ആ ലൈറ്റ് ഷൈൻ ചെയ്യാൻ നമ്മളെ എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേഷൻ ലൈറ്റ് വെളിപ്പെടാൻ പറ്റാതായിപ്പോയി. മനസ്സിലായി? ആ വെസൽ അവിടെ, ഷൗലെന്ന് പറഞ്ഞാൽ വെസൽ അവിടെ പൊട്ടിപ്പോവുകയാണ് ഇടയായത്. മനസ്സിലായോ? അപ്പം ദാവീദിനെ എന്ന് പറഞ്ഞാൽ വെസലിനെ തകർക്കാനാണ് നോക്കിയത് എന്ന് പറയുന്നത്. അതൊരു ഹാർമണി അല്ല, ഒരു ബ്യൂട്ടി അല്ല. മനസ്സിലായി? ഇതേപോലെയാണ് കുടുംബജീവിതം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഹാർമണിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ആ ഹാർമണി കൂടെ അനേക പൈതങ്ങളെ നേടുക. അത് മാത്രമല്ല, അത് അനേകർക്ക്, ആ കമ്മ്യൂണിറ്റിക്ക്, സൊസൈറ്റിക്ക്, എല്ലാത്തിനും വെൻ ഗാഡ് ലൈറ്റ് റിഫ്ലക്റ്റ് ഓൺ ദ കുടുംബം, ഇറ്റ് ഷുഡ് എന്ത് കൊടുക്കണം? അനേക പേർക്ക് അനുഗ്രഹമായി തീരണം. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ബ്യൂട്ടി, ഹാർമണി, ടിഫേററ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദൈവം കണ്ടത് അതാണ്. അതേപോലെയുള്ള രീതിയിലാണ് ദൈവം കണ്ടത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതം കാണുമ്പോൾ ദൈവം നല്ലതെന്ന് പറയുമോ? നമ്മുടെ കുടുംബജീവിതം കാണുമ്പോൾ ദൈവം നല്ലതെന്ന് പറയുമോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം കാണുമ്പോൾ ദൈവം നല്ലതെന്ന് പറയുമോ? നമ്മുടെ പൈതങ്ങളെ കാണുമ്പോൾ ദൈവം നല്ലതെന്ന് പറയുമോ? അത് ഒരു സ്വയം ശോധന ചെയ്താൽ കുറ്റപ്പെടുത്താനുള്ളതല്ല, സ്വയം ശോധന ചെയ്യാനുള്ള ഒരിതാണ്. മനസ്സിലായോ? ഒരിക്കലും കുറ്റപ്പെടുത്താനുള്ളതല്ല. മനസ്സിലായോ? അപ്പം ആ ഒരു എക്സാമ്പിൾ പറഞ്ഞ ദാവീദിൻ്റെയും ശൗലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി, ദൈവം കണ്ട ഇതിൻ്റെ മനസ്സിലാകാൻ വേണ്ടി, കുറ്റപ്പെടുത്താനുള്ളതല്ല. ഓക്കെ? അപ്പം ദൈവം ആ രീതിയിൽ നമ്മുടെ അകത്തെ കണ്ണുകളൊക്കെ നമ്മളെ ഏതൊരു കാര്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായി? ഓരോ ആൾ മറ്റൊരാൾക്കിട്ട് പാരപണിയല്ല. ഇത് മീൻവായി അപ്രീഷിയേറ്റ് ചെയ്യുന്നതും എനിക്ക് കുറച്ച് പേടിയാണ്. കാരണം കുറച്ചൊക്കെ എന്നല്ല, കൂടുതലായാൽ നമ്മൾ ഫാറ്റ് എടുക്കുന്ന പോലെ, ദൈവം നമ്മളെ പ്രസാദിക്കാതെ പോലെ, നമ്മൾ അപ്രീഷിയേഷൻ മൂലം നമ്മളിൽ അഹങ്കാരം ഉളവാകും. അഹങ്കാരം ഉളവായ പിന്നെന്ത് പറ്റും? മോശയുടെ അഹരോൻ്റെ മക്കളെ പോലെ പോകും, നാദാബും അബീഹുവും പോലെ പോകും. മനസ്സിലായോ? അതുപോൽക്ക് വരരുത്. ബട്ട് എലിയാസറിനെ പോലെ ആ കുന്തം എടുത്ത് എറിഞ്ഞ് എന്താ ഒരു ബേണിങ് ഫയർ, ഒരു ബേണിങ് ബ്യൂട്ടി ഉണ്ട്, ഗാഡ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി നിന്നു എലിയാസ്. അതേപോലെ ആയിരിക്കണം, പക്ഷെ മറ്റവരെ പോലെ ആയിരിക്കരുത്. മനസ്സിലായോ? ഫാറ്റ് എടുക്കുന്നത് അതാണ് അപ്രീഷിയേഷനിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം ഹാർമണി, ബ്യൂട്ടി,
ഒരാളിൽ നിന്നുള്ള ഒരു ബ്യൂട്ടി കണ്ട്. ഇന്ന് നേച്ചർ ഇത്രയും കാലമായിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും അടിപിടി വഴക്കമുണ്ടോ? അവർ ദൈവം പറയുന്ന പോലെ എന്തെങ്കിലും സീസൺ തരാതിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും രാവിലെ ആകാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ഇത് പറയുമ്പം എനിക്ക് ഒരു കഥ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈജിപ്തിലെ ഫറവോൻ ഈ 10 പ്ലേഗിനെ പറ്റി പഠിക്കുമ്പോൾ ഇത് അതിൻ്റെ അകത്ത് വരും. മുഴുവൻ ഫറവോനെ അവർ ദൈവമായിട്ടാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായി? ആ ദൈവത്തിൻ്റെ കുഴപ്പങ്ങളാണ് ദൈവം എങ്ങനെ ആയിരുന്നോ അതിൻ്റെ അഗനസ്റ്റായിട്ടുള്ള ഇതാണ് പ്ലേഗ്സാണ് വന്നത്. മനസ്സിലായി? അപ്പം ഫറവോൻ രാവിലെ എണീറ്റ് വെളുപ്പിന് എണീറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വന്നിട്ട് മന്ത്രങ്ങളെല്ലാം ചൊല്ലി കൈ ഇങ്ങനെ പൊക്കുന്നുണ്ടേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരും. അപ്പം ഞാൻ ചിലപ്പോൾ ഈ ഫറവോൻ്റെ അലാറം ഒരു ദിവസം ഒന്ന് വയ്ക്കാതെ പോയി. ഫറവോൻ ഒരു ദിവസം ഇച്ചിരി കൂടുതൽ ഉറങ്ങിപ്പോയാൽ വെളിച്ചം തന്നെ പൊങ്ങി വരുമ്പോൾ, ഈ ഫറവോനില്ലാതെ വെളിച്ചം പൊങ്ങി വരുമ്പോൾ ജനങ്ങളെല്ലാം എന്ത് കൊടുക്കും? മനസ്സിലായി? ജനങ്ങളെല്ലാം പറയും, അയ്യേ ഇത്രയും നാൾ നമ്മൾ വിചാരിച്ച ഫറവോനാണ്, നാട്ടറ വെളിച്ചം തന്നെ പൊങ്ങി വരുന്നു. മനസ്സിലായി? അതേപോലെ ഇതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഈ അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഫിലോസഫി വന്നത്. അപ്പം അവർ ഫറവോനെ ദൈവമാക്കി വെച്ചേക്കും. മനസ്സിലായി? എല്ലാം ഇതാന്ന് പറഞ്ഞ് വലിയ ദൈവമാക്കി വെച്ചു. പക്ഷേ നേച്ചർ അതിൻ്റെ രീതി എന്നും രാവിലെ ഫറവോൻ കൈ ഉയർത്തൊന്നും വേണ്ട, തന്നെ വന്നോളും. മനസ്സിലായി? അപ്പോൾ അതേപോലെ ഒരു നേച്ചറിനും എല്ലാത്തിനും ഒരു ബ്യൂട്ടി ഉണ്ട്. കറക്റ്റ് സമയത്ത് മഴ പെയ്യും, വെയിൽ വരണ്ട ഇപ്പോൾ വെയിലുണ്ട്, സീസൺ വരണ്ട ഇപ്പോൾ സീസണുണ്ട്, എല്ലാം അതിൻ്റെ ചെറുത്. പക്ഷേ കുഴപ്പമായിട്ടില്ല നമ്മളില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും ബ്യൂട്ടിയായിട്ട് ഹാർമണിയായിട്ട് ഡിഫയറായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളാണ് ഇതുവരെയായിട്ടും ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ വരാൻ പറ്റാതെ ഇപ്പോഴും പ്രശ്നമായി തീർന്നു കിടക്കുന്നത്. ഓക്കെ, അത് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതും പ്രകാരം ജീവിക്കുക. ഓക്കെ, അതാണ് ഈ ടോവും ദൈവം കണ്ടു. ദൈവം കണ്ടു അത്ര മനോഹരമായിരിക്കും ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവം ഉദ്ദേശിച്ച രീതി. ഇപ്പം നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരും. ആ വളർത്തുന്ന രീതി നമ്മുടെ മക്കൾ നല്ലതായി വരുമ്പം നമുക്ക് സന്തോഷിക്കാനൊരു വകയാവും, അല്ലേ? അതേസമയം മക്കൾ വേറെ രീതി പോകുമ്പോൾ നമുക്ക് നാണം കേടാക്കിയാൽ നമുക്കാവുമോ? മനസ്സിലായി? ആ സെയിം ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ദൈവം എന്തിനത് ഉണ്ടാക്കിയോ, വെളിച്ചത്തെ ഉണ്ടാക്കിയോ, വെളിച്ചം അതിൻ്റെതായ നല്ല ഫൈനസ്റ്റ് രീതി വർക്ക് ചെയ്യുന്നു. ദൈവം കണ്ടപ്പോൾ ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ഓക്കെ, ദൈവം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കീറ്റോ, അടുത്ത വേർഡ് അതിലും പ്രധാനപ്പെട്ട വയാവിദ്ദേൽ എലോഹീം വീൻ ആ ഓർ വു വീൻ ഹ ഹൊഷേക്ക് എന്ന് പറഞ്ഞാൽ ഗാഡ് സെപ്പറേറ്റഡ് ലൈറ്റ് ഫ്രം ദ ലൈറ്റ്, അല്ലെ ലൈറ്റ് ബിറ്റ്വീൻ ദ ഡാർക്ക്നെസ്. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ ഗാഡ് സെപ്പറേറ്റഡ് ലൈറ്റ് ഫ്രം ദ ഡാർക്ക്നെസ്. ദൈവം തൊടുത്തു വെളിച്ചത്തെ ഡാർക്ക്നെസ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. പക്ഷെ ആക്ച്വലി ഇത് പറയണം, ഷെക്കായന ഉണ്ട്, അതിൻ്റെ അകത്ത് അന്ധകാരം വന്നു, ഡാർക്ക്നെസ്, എംപ്റ്റിനെസ് ഇത് വന്നു. ആ എംപ്റ്റിനെസ്സിൻ്റെ അകത്ത് ആണ് നമ്മുടെ ഈ വെളിച്ചം ഉണ്ടായി. മനസ്സിലായി? ആ വെളിച്ചം അവിടെ ഉണ്ടായിരുന്ന അന്ധകാരത്തിൽ നിന്ന് മാറ്റി റിവീൽ ചെയ്ത് ഇനി റിവീൽ ചെയ്യാൻ പോവാം. മനസ്സിലായി? എന്ന് വെച്ചാൽ നമ്മൾ പാപികളായിരുന്നു, അന്ധകാരത്തിൽ പോയി. ആ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ ദൈവം മാറ്റി സൽഗുണ ഗാഡ് ട്രാൻസ്ഫർഡ് us into the light. മനസ്സിലായോ? കൊലോസിൻ്റെ അത് ലൈറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി റിവീൽ ചെയ്ത് വേണം എന്തുവാ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ റിവീൽ ചെയ്യണം, അല്ലാതെ വെറുതെ ഇരിക്കാനല്ല. ഫ്രീഡം തന്നു എന്ന് പറഞ്ഞ് പൗലോസ് ഫ്രീഡം തന്നു, ദൈവം ഫ്രീഡം തന്നു, പൗലോസ് പറഞ്ഞ് നിങ്ങൾ എന്തും ചെയ്തോളാം എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ വൈ ഹാവ് ദ സെപ്പറേഷൻ, സെറ്റ് അപ്പാർട്ട്.
ഈ സെറ്റപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ, യൂട്യൂബിൽ പോയി ഈ PT തോമസ്, കോട്ടയത്തുള്ള PT തോമസ് എന്ന് പറഞ്ഞ പാഷൻ്റെ റോമാലേഖനത്തിൻ്റെ ഇതൊന്നും എടുക്കും. ഞാൻ ആദ്യമായിട്ട് കേട്ടത് ആ ദേവദാസൻ്റെ സെറ്റപ്പാടെന്ന് പറഞ്ഞ ഒരു ഇതോട്ടെ, ഒരു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കേൾക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ഒരു എന്തോ ഒറ്റ ഭാഷ ഒരു അടിപൊളി ഇതായിട്ട് വരും. ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് മസ്റ്റായിട്ടും കേൾക്കണം. ഓക്കെ, സെറ്റ് അപ്പാർട്ട്. ഇപ്പം സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് പല ആസ്പെക്ട്സ് ഉണ്ട്. എന്താ വെച്ചാൽ ഒന്ന് റിച്വലി സെപ്പറേഷൻ. റിച്വലി സെപ്പറേഷനാണ് ക്ലീനും അൺക്ലീനും. പല ആൾക്കാരും ഹോളിയുടെ ആപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അൺക്ലീൻ എന്ന് പറയും. നോ ഹോളിയുടെ അല്ല, റിച്വലായിട്ടുള്ള ക്ലീൻനെസ് എന്ന് പറയുമ്പോൾ ക്ലീനും അൺക്ലീനും. സ്പിരിച്വൽ സെപ്പറേഷനാണ് ഹോളിയും കാമണും. ഓക്കെ, മോറൽ സെപ്പറേഷനാണ് ഗുഡ് ആൻഡ് ഈവിൾ. മനസ്സിലായി? അപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും പല രീതി ചിന്തിക്കാറുണ്ട്, പല മീനിങ് കൊടുക്കാറുണ്ട്. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അകത്തി നിർത്തുക എന്നുള്ളത്. നോ. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് അല്ല. മനസ്സിലായി? ക്ലാരിറ്റി ഒരാളുടെ വ്യക്തത ആക്കി കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക ആളുടെ റോൾ എന്തുവാണെന്ന്. മനസ്സിലായി? ലൈറ്റ് പ്രകാശിക്കുമ്പോൾ നമുക്കൊരു വ്യക്തത ഉണ്ടാകുന്നത്, ഡാർക്ക്നെസ് ഓടി മാറുക ചെയ്യേണ്ടത്. മനസ്സിലായി? അല്ലാതെ കോൺഫ്ലിക്റ്റ് അല്ല. നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇരിക്കുക എന്നുള്ളത് സെപ്പറേഷൻ അങ്ങനെ വരുമ്പല്ലേ, കല്യാണത്തിന് എന്താ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു പക്ഷെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി. മനസ്സിലായി? അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീടുണ്ടാക്കി നമ്മുടെ അതിര് തിരിക്കുക, ഫെൻസ് ഉണ്ടാക്കി ഒരു മതിൽ കെട്ടുക, ഒരു ക്ലാരിറ്റി വരെ. ഇതാണ് എൻ്റെ സ്ഥലം, ഇതാണ് എൻ്റെ സംഭവം. കുടുംബജീവിതത്തിലും അതേവർക്ക് ഇതേക്കണം. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ദൈവം കുടുംബജീവിതത്തിൽ ഹിറ്റോവ് കണ്ടോന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം കല്യാണത്തിന് മുമ്പ് നമ്മൾ തോന്നിയ പോലെ നടന്നു, തോന്നുമ്പോൾ പോവുക, തോന്നുമ്പോൾ വരിക, അങ്ങനെയൊക്കെ ചെയ്യും. അതേപോലെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക. അതൊന്നും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പറ്റത്തില്ല. കൂടെ നമുക്കിനി സമയം സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു യൂണിറ്റ് ബിൽഡപ്പ് എ ഫാമിലി. അതിനു വേണ്ടി വേണം സമയം സ്പെൻഡ് ചെയ്യാൻ. മനസ്സിലായോ? അപ്പം സമയം സ്പെൻഡ് രണ്ടുപേരും ഒരുമിച്ച് ഇൻ ഹാർമണി മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ, ഡിഫെയർ ഇറ്റ്. ഇതൊന്നും കല്യാണത്തിൻ്റെ ഇതിൻ്റെ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എക്സാമ്പിൾ വന്നുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അന്നും പറഞ്ഞ് ദൈവമേ ഡിവോഴ്സാന്ന് പറഞ്ഞാൽ ഡിവോഴ്സിനെതിരെ പറയുന്നതൊന്നും എന്നെ കുറ്റപ്പെടുത്തല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു കുടുംബത്തിൻ്റെ അല്ലെ ഇതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ബെസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി, ആശയം മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ കുറ്റപ്പെടുത്തൊന്നുമല്ല ഇപ്പോഴത്. ഓക്കെ, അപ്പം സെപ്പറേഷൻ വരുമ്പം ഇപ്പം രണ്ടുപേരും കൂടെ ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് കണ്ണുകൾ ഇപ്പം നമ്മൾ സിനാപ്റ്റിക് ഗാസ്പൽ എന്ന് പറയുന്നത് 3 കണ്ണ് അല്ലെങ്കിൽ 4 ഗാസ്പൽ ഒരു കണ്ണിൽ കൂടെ കാണും എന്ന് മനസ്സിലായ എന്ന് പറയുന്നതിലുള്ള ഒരു കോൺസെപ്റ്റാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? സെറ്റ് അപ്പാർട്ട്, അതിരുകൾ വയ്ക്കുക. ഞാൻ ഇനിയും അറിയാൻ പോകുന്ന ഇച്ചിരി കട്ടിയാണ്, പക്ഷേ എന്നോട് ദേഷ്യം തോന്നില്ല, എന്നെ കുറ്റപ്പെടുത്തല്ല. ഞാനിതാദ്യമായിട്ട് പഠിക്കുമ്പോൾ ഈ ജൂയിഷ് ഒരു ഇതുണ്ട്, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, യഹൂദന്മാരുടെ കൾച്ചറൽ ഇതിനെപ്പറ്റി പഠിക്കാം. അപ്പം അതിൻ്റെ അകത്ത് വന്നപ്പം ഈ കബാല എന്ന് പറഞ്ഞ് മുമ്പേ ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ വന്നപ്പോൾ സാറ് ഈ വിഷയത്തെപ്പറ്റി വന്നു, സെപ്പറേഷനെ പറ്റി വന്നു, റിച്വൽ ഇതെല്ലാത്തിനെ പറ്റി വന്ന് പറഞ്ഞപ്പം ആ സാറ് ഒരു കൺവേർട്ടാണ്. ആ സാറ് പറഞ്ഞു ഇന്നത്തെ ജനറേഷന് ഒരു മിസ്സിങ്ങേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഈ കാര്യം ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് നോട്ട്സ് ഞാനെടുത്ത് ഫേസ്ബുക്കിലിടുമായിരുന്നു. കാരണം
പെട്ടെന്ന് ഇടാൻ വേണ്ടി. കാരണം സ്പേസ് എനിക്കധികം ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇഷ്ടം പോലെ നമുക്ക് സ്പേസ് ഇടാമല്ലോ, എന്ത് കാര്യം ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ ആൾക്കാർ എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഈ സാറ് പറഞ്ഞു തന്നെ ഞാൻ ഇന്നത്തെ ജനറേഷന് ഒരു കാര്യം മിസ്സിങ് ആണ്. അപ്പോൾ എല്ലാവരും എന്താണെന്ന് വിചാരിച്ചേ, സാറ് ഞാൻ നട്ടല് ബാക്ക് ബോൺ മിസ്സിങ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൗലോസ് പറഞ്ഞു ഫ്രീഡമുണ്ട്, ഗാഡ് ഗേവ് അസ് ഫ്രീഡം എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിനും ഇത് ഫുൾ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. പറഞ്ഞുതരാം, നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങി തോന്നിയ രീതി ഓടിക്കുമോ? ഇഷ്ടമുള്ളവർ ഓടിക്കുമോ? ഇല്ലല്ലേ. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഫ്രീഡമാണ്. നമുക്ക് സ്വന്തം വണ്ടിയുണ്ട്, നമുക്ക് നമ്മുടെ ഓൺ ഫ്രീഡത്തിൽ ഓടിക്കും. പക്ഷേങ്കിൽ നമ്മൾ അവിടെ കുറേ റൂൾസും റെഗുലേഷൻസും ഫെൻസുകളും എല്ലാ ലൈനുകളും എല്ലാം വെച്ചിട്ടുണ്ട്. ലൈൻ ഇല്ലാതെ പോയാൽ എന്തോ പറ്റും? ആക്സിഡൻ്റ് ഉണ്ടാവും, അധികം കാലം ജീവിച്ചിരിക്കത്തില്ല. അല്ലെങ്കിൽ എന്തോ പറ്റും? ടിക്കറ്റ് കിട്ടും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അല്ലേ. അപ്പോൾ അത് എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഫെൻസ് എന്തിനാണ് വെച്ചിരിക്കുന്നത്? അതാണ് പറഞ്ഞത് ഫെൻസ്. ഒരു ഫ്രീഡം. യെസ്, യു ഹാവ് ദ ഫ്രീഡം ടു ഡ്രൈവ്, ബട്ട് യുവർ ഫ്രീഡം കനോട്ട് ഇൻ്റർഫിയർ വിത്ത് അനദർ പേഴ്സൺ. യുവർ ഫ്രീഡം കംസ് വിത്ത് എ റെസ്പോൺസിബിലിറ്റി. ഫ്രീഡത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഫെൻസ് ഉണ്ട്. ആ ഫെൻസിനുള്ളിലകം നിൽക്കണം, ആ സെപ്പറേഷൻ്റെ അകത്ത് ഉള്ളിലകം നിൽക്കണം. മനസ്സിലായി? അതേപോലെ നമ്മളുടെ ഓൺ വീടാണ്, നമ്മളുടെ ഓൺ കുക്കിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള രീതി ഉപ്പ് കൂട്ടിയിടാൻ പറ്റുമോ? മുളക് പൊടി കൂട്ടിയിടാൻ പറ്റുമോ? മസാലപ്പൊടി കൂട്ടിയിടാൻ പറ്റുമോ? കൂട്ടിയിട്ടാൽ എന്തോ പറ്റും? ബ്യൂട്ടി ആകുമോ? ഹാർമണി ആകുമോ? ഇല്ല. മനസ്സിലായി? അതെല്ലാം ചേരേണ്ടത് ആ കറക്റ്റ് രീതി ചേർന്ന് വരുമ്പോൾ എന്ത് കൊടുക്കും? നല്ല ഒരു രുചിയുള്ള ഒരു ഡിഷായിത്തരും. അപ്പം നമ്മൾ ഓടിക്കേണ്ട രീതി ഓടിച്ചാൽ, എല്ലാവരും ഓടിക്കേണ്ട രീതി ഓടിച്ചാൽ എന്തോ പറ്റും? ഡ്രൈവിങ് എല്ലാം ഒരു ആക്സിഡൻറ്റും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് ഓടിക്കും. പക്ഷേ അതേപോലെ തന്നെ ഓടിക്കുന്നത് അല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നോയിങ് ഗാഡ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് J.I. പാക്കേഴ്സ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നോയിങ് യുവർ സെൽഫ്, നോ ഹൂ യു ആർ. നമ്മളാരെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാണ്. ഈ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഇത് പറയുമ്പം ഒരുമാതിരിപ്പെട്ട നല്ല ആൾക്കാർക്ക് പോലും, വലിയ ആൾക്കാർക്ക് പോലും ഇത്. കാരണം നമ്മൾ പല വേർഡ്സ് കണ്ടിട്ടില്ലേ? ട്രീറ്റ് യുവർ സെൽഫ്, ഡു ദിസ്, മേക്ക് യുവർ സെൽഫ് ഹാപ്പി, മേക്ക് ദിസ് ഹാപ്പി. എല്ലാം മേക്ക് യുവർ സെൽഫ് ഹാപ്പി, മേക്ക് യു ആർ ദ സെൻറ്റർ ഓഫ് എവരിതിങ്. നോ 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 അതല്ല. മേക്ക് അവർ സെൽഫ് ഹാപ്പി. മനസ്സിലായോ? നമ്മൾ ഇത് എന്തോ ഒരു മേക്ക് എ ഡിഫറൻസ്. നമ്മളിൽ തന്നെ ആകാതെ, സെൽഫിഷ്നെസ് ആക്കാതെ നമ്മളൊരു റിഫ്ലക്ഷൻ ആക്കുക. മനസ്സിലായോ? അപ്പം പലപ്പോഴും നമ്മൾ സ്വയമായിട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് എ വെക്കേഷൻ. അങ്ങനെയുള്ള കാര്യം നമ്മളെന്തിനാ ഒരു വലിയ കാറ് വാങ്ങിക്കുന്നതും വലിയ വീട് വാങ്ങിക്കുന്നത്? ചിലപ്പോൾ നമ്മളുടെ പ്രൗഢി കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെ സന്തോഷപ്പെടുത്താൻ. ട്രീറ്റ് യുവർ സെൽഫ് എന്ന് നമ്മളെ തന്നെ സന്തോഷപ്പെടുത്താൻ, നമ്മളെ തന്നെ മേക്ക് അസ് ഹാപ്പി, വിച്ച് മീൻസ് വി ആർ നോട്ട് ഹാപ്പി. നമ്മളെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ്? നമ്മളിൽ എന്തോ ഒരു കുറവുണ്ട്. വി ആർ നോട്ട് ഹാപ്പി, വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. പക്ഷെ ഒരു ദൈവവേദനയുടെ ഏറ്റവും വലിയ ആവശ്യം ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. എപ്പോഴും തൃപ്തരായിരിക്കുക. പൗലോസ് പറയുന്നത് എപ്പോഴും തൃപ്തരായിരിക്കുക. മനസ്സിലായി? നമ്മൾ തൃപ്തിയാണെന്ന് നമ്മളെ തന്നെ അറിയാമെങ്കിൽ, നമ്മൾ തൃപ്തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ആവശ്യമില്ല. മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ട് തലയിട്ട് ഇതാക്കില്ല. ഇതും പറഞ്ഞ് ഒരു വലിയ വീട് കാർ വാങ്ങിക്കുന്നതിന് ഞാൻ അതിനൊന്നും എഗനസ്റ്റ് അല്ല. ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? നോ യുവർ സെൽഫ് എന്നുള്ളതിൻ്റെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. ട്രീറ്റ് യുവർ സെൽഫ് അല്ല, നോ യുവർ സെൽഫ്. നിന്നെ തന്നെ അറിയുക.
നീ ആരാന്നറിയുക, നിൻ്റെ ലിമിറ്റ് എന്തോന്നറിയുക, നമ്മുടെ ഇതെന്തോന്നറിയുക. മനസ്സിലായി? ആ ഒരു ലിമിറ്റ് അറിയാം. ഈ ലിമിറ്റ് അറിയാതെ വരുന്നതുകൊണ്ടാണ് സകല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളോട്ട് അകന്നിരിക്കുക എന്നല്ല, ക്ലാരിറ്റി ഉണ്ടാവുക. നമ്മളുടെ റോൾ എന്തോ, നമുക്ക് എവിടെ വരെ പോകാം, മനസ്സിലായി? നമ്മുടെ ലിമിറ്റ് എവിടെ വരെ ഉണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊക്കെ ചെയ്യാം. ആ ലിമിറ്റിൻ്റെ അകത്ത് നിന്ന് മേക്ക് ദ വേൾഡ്, മേക്ക് യുവർ ലൈഫ്, മേക്ക് എവറിത്തിങ് ബ്യൂട്ടിഫുൾ, ഹാർമണി, സന്തോഷത്തോടെ. ദൈവം അത് കാണുമ്പം അത് സന്തോഷിക്കണം. ഞാൻ ഇവന് ഒരു ഇത് കൊടുത്തു, ലിമിറ്റ് കൊടുത്തു, അവനെ ഉണ്ടാക്കി. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് ഹീ ഡസ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ. മനസ്സിലായോ? അതാണ് സെപ്പറേഷൻ. പക്ഷേ നമ്മൾ ഇന്ന് വരുമ്പോൾ സെപ്പറേഷൻ എന്ന് പറയുമ്പം എന്തോ പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. സെപ്പറേഷൻ എന്ന് പറയുമ്പം എന്തോ പല ഡിഫറെൻറ്റ് എന്തോ അകന്ന് നിൽക്കുക, വേൾഡിൽ നിന്ന് അകന്ന് നിൽക്കുക. നോ. ആ വേൾഡിൽ നമ്മളുടെ റോൾ എന്തോ, വാട്ട്സ് അവർ റോൾ ഇൻ ദിസ് വേൾഡ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. എൻ്റെ ബാറ്ററി ഒന്ന് തീർന്നു, ഞാൻ ഒന്ന് കുത്തി വെച്ചോട്ടെ. അപ്പോൾ ആ റോൾ എന്തോന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലായി, ആ റോളിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ഓക്കെ, അതാണ് ഈ സെപ്പറേഷനിൽ നിന്ന് മെയിനായിട്ട്. അതുകൊണ്ടാണ് ദൈവം വെച്ചിരിക്കുന്നത് ക്ലീനും അൺക്ലീനും. മനസ്സിലായി? ഹോളി വേഴ്സസ് കാമൺ. ഹോളി വേഴ്സസ് കാമണിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസണിൻ്റെ ശക്തി, അത് അസാമാന്യമായ ശക്തിയെ അവരെന്തോ കോമൺ പീപ്പിളിൻ്റെ രീതിയിലാക്കുക. ഒരു സാധാരണക്കാരൻ, ഒരു ദൈവവൈതലായ നമ്മളെ എപ്പോഴും ചുറ്റുമുള്ളവർ എന്താ നോക്കുന്നത്, അവനെപ്പോലാക്കുക, ബ്ലെൻഡ് ഇൻ ചെയ്യുക. നമ്മളുടെ ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ അവരിലേക്ക് ലൈറ്റിനെ പ്രകാശിക്കുക. ഇത് വരുമ്പോൾ ഇഷ്ടം പോലെ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം നമ്മളാണ് ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം, എല്ലാം ചെയ്യാം, ബ്ലെൻഡിങ് ചെയ്യുക, അവരുമായിട്ട് ഇങ്ങനെ ചെയ്യാൻ ഒക്കെ പറയുന്നത്. പക്ഷേ ഒരു യഹൂദനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവനൊരിക്കലും ഒരു ഇതുമായിട്ട് അവൻ എപ്പോഴും നോക്കുന്നത് അവൻ്റെ ദൈവത്തിനെ എങ്ങനെ ഹീ ക്യാൻ മേക്ക്, ദൈവത്തെ എങ്ങനെ എന്തുവാ ബ്യൂട്ടി ആക്കാമെന്നല്ല, ദൈവത്തിൻ്റെ നാമം അങ്ങനെ മഹത്വപ്പെടാനേ അവർ നോക്കത്തുള്ളൂ. അവരല്ലാതെ എടുക്കത്തില്ല. പല ആൾക്കാരും എന്നോട് പല ആൾക്കാരെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരെ അപ്രോച്ച് ചെയ്ത യേശുക്രിസ്തുവിനെ പറ്റി പറയാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരടുക്കത്തില്ല, അവർ ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരിലൊരു ദേ നോ ഹൂ ദേ ആർ. അവരത് മേക്ക് ഇൻ ബ്യൂട്ടിഫുൾ വിത്തൗട്ട് നമ്മളോട് പറയാതെ അവരാ ദൈവത്തെ ഇതാണ്. ഇപ്പം പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു NYT ലൈബ്രറിയുടെ താഴത്തെ ബേസ്മെൻറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം രണ്ട് മുസ്ലിംസ്, ഒരു 3-4 മുസ്ലിം ബംഗ്ലാദേശീസ് ആൾക്കാർ വന്നു. അവരവിടെ വന്നിട്ട് ഇനി ചുറ്റിപ്പറ്റുന്നുണ്ട്. അത് ഈ 9/11 ഒക്കെ കഴിഞ്ഞതിൻ്റെ സമയത്തായിരുന്നു കേട്ടോ. സെപ്റ്റംബർ 2005 6 അപ്പം എനിക്കിപ്പം സാമാന്യം ഇവരെ കണ്ടപ്പോൾ ഒരു പേടി പോലെ മനസ്സിൽ വന്നു. അപ്പോൾ ഇവരവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ കാണുന്നില്ല. ഞാൻ ബാത്റൂമിൽ പോകുന്ന രീതിയിൽ ഞാൻ ചെന്ന് നോക്കിയാണേ ഇവരവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വാച്ച് നോക്കിയാണേ കറക്റ്റ് 6 മണിയായി. ആ 6 മണിയായപ്പോൾ അവരുടെ കാതുകളിൽ മുഴങ്ങി അവരുടെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവർ സ്ഥലമൊന്നും നോക്കിയില്ല, അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലായി? അവരുടെ ദൈവത്തിന് അവർ മറ്റുള്ള എന്താണെന്നൊന്നും വിചാരിച്ചില്ല. അവരുടെ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്ത് എനിക്കത് വല്ലാത്ത ഒരു സങ്കടവും പ്രയാസവും വന്നിട്ട് ഞാൻ അതെന്തെടുത്തു, അവിടെ നിന്ന് അന്നത്തെ ദിവസം പഠിക്കാൻ വീട്ടിൽ പോയി കുറേ കാര്യമുണ്ടാക്കി. കാരണം ദൈവമേ, ഇവരെ ഞാൻ പറയുന്നു, എൻ്റെ ദൈവം ഇവരെക്കാട്ടിയൊക്കെ എല്ലാം നല്ലതാണെന്നും ബെറ്ററാണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾ, എനിക്കില്ലല്ലോ ഇത്രയും തീക്ഷ്ണത എന്ന് പറഞ്ഞ് ഞാനോർത്ത് കരയടയാക്കിയിട്ടുണ്ട്. അതേപോലത്തെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു ഹിന്ദുവാണ്. ഞങ്ങൾ അവിടെ ഫുഡൊക്കെ വയ്ക്കുമ്പം എല്ലാവരും പോയി കഴിക്കും. ഈ ആൾക്ക് വെജിറ്റേറിയൻ അല്ലാതെ ഒരു സംഭവം കഴിക്കത്തില്ല. എത്ര പേര് കളിയാക്കിയിട്ടുണ്ടെന്ന് പറയാം. എത്ര പേര് ഇതാണ് മാനേജ്മെൻറ്റ് അത് ആ ആൾക്ക് വേണ്ടിയുള്ള
ഫുഡ് റെഡിയാക്കുമെങ്കിലും മറ്റുള്ളവർ നീ എന്താ അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഹീ ഡസൻ കെയർ. ആ ആളുടെ കൂടെ ഞാനൊരു 5-6 കൊല്ലം ജോലി ചെയ്തു. അത് 7 കൊല്ലം എന്നാണ് കണ്ടിന്യൂ. ഞാൻ എനിക്ക് മുമ്പേ ആ ആൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 5-6 കൊല്ലം ഒത്തിരിയും പേര് കളിയാക്കി, ഒത്തിരിയും പേര് പലതും പറഞ്ഞു, പക്ഷേ കെയർ ചെയ്തില്ല. ആ ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു തീരുമാനമെടുത്തു. ആ ഒരു കാര്യം ഞാൻ കീപ്പ് ചെയ്യുമെന്ന് പറയും. മനസ്സിലാവും? ആ ദൃഢം എന്ന് വെച്ചാൽ നമ്മളായിരുന്നെങ്കിലോ എന്തോടത്തേനും കുറച്ചൊക്കെ കളിയാക്കി കിട്ടുമ്പോൾ നമ്മളെന്ത് കൊടുക്കും? ഓക്കെ, പൗലോസ് പറഞ്ഞല്ലേ ഫ്രീഡം തന്നേക്കുമല്ലേ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളും പോയി ആ സാധനം എല്ലാം പോയി. ഇതാണ് മേക്ക് അസ് കാമൺ. മനസ്സിലായോ? നോ യുവർ റോൾ, നോ യു ആർ ഹോളി. അപ്പോൾ എന്നോട് ചോദിക്കും, നീ വലിയ വിശുദ്ധനാണോ എന്നൊക്കെ ഒത്തിരിയും ചോദ്യങ്ങൾ ചോദിക്കാൻ. യെസ്, ഓഫ് കോഴ്സ്. വിശുദ്ധനല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പീറ്റർ 2:19 എന്നുള്ള ആ വാക്ക് മാറ്റേണ്ടി വരുമല്ലോ. ആ വാക്ക് എന്തുമായിരുന്നു? ആ ബൈബിൾ വേഴ്സ് എന്തായിരുന്നു? ഗാഡ് അല്ലയോ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച എൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ വർഗവും ചോസൻ റേസും റോയൽ പ്രീസ്റ്റ്ഹുഡും വിശുദ്ധ വർഗവും വിശുദ്ധ വംശവും. റൈറ്റ്? ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹോളി നേഷനാണ്. മനസ്സിലായി? അന്നെങ്കിൽ ഹോളിന്ന് മാറ്റി അത് കോമൺ ആക്കണം. വിശുദ്ധനല്ലെങ്കിൽ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദൽ ഒരു വിശുദ്ധനല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പ്രൊക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യു മേക്ക് ഇറ്റ് കോമൺ ആക്കുക. പക്ഷേ ബൈബിൾ ഇവിടെ ആ വാക്കത്തിന് എന്താ പറയുക? ഹോളി നേഷൻ. മനസ്സിലായി? ഒരു വിശുദ്ധ. അതാണ് നോ യുവർ റോൾ, ഹൂ യു ആർ. ഹോളിയാണെന്നും കാമണാണെന്നും. മനസ്സിലായി? അത് അപ്പം ഇതിൻ്റെ ഒരു നല്ല എക്സ്പ്ലനേഷൻ പി.ടി. തോമസ് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ആ ദേവദാസൻ പറഞ്ഞു നട്ടലില്ലാത്ത എന്ന് പറഞ്ഞെങ്കിലും അന്ന് ആരും വലിയ ക്ലാസ്സിലൊന്നും വലിയായിട്ട് ഇതായിട്ടില്ല, ഒഫൻഡ് ചെയ്തിട്ടുമില്ല. അന്ന് ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അതെന്നെ പറ്റി ഒത്തിരി ചിന്തിക്കാതെയാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ എന്നുള്ള രീതി. ഇപ്പം എൻ്റെയൊക്കെ അപ്പച്ചന്മാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പിതാക്കന്മാർ പല സമുദായത്തിൽ നിന്ന് വന്നു. ഇപ്പോൾ എൻ്റെയൊക്കെ അപ്പച്ചന്മാരൊക്കെ പറയുന്നിട്ടുണ്ട്, അവർ ഒരു കല്യാണത്തിന് വിളിക്കത്തില്ല. അവർ കൂട്ടുകാർ കൂട്ടുകാർ കണ്ടാൻ പറ്റത്തില്ല. അവർക്ക് കടയിൽ പോയ ഫുഡൊന്നും ലാസ്റ്റ് പ്രയോറിറ്റി ഫുഡൊന്നും വേണ്ട പോലെ കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ അവരെ കളിയാക്കുകയും ചെയ്യും. അപ്പച്ചന്മാരൊക്കെ നടന്നു പോകുമ്പം വെള്ളയും ഇട്ട് പോകുന്നു. അതേപോലെ കപ്പയും മീൻ തിന്നണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പിൽക്കാലത്ത് പപ്പായ്ക്ക് അപ്പച്ചന്മാർക്കൊക്കെ പൈസ കണ്ടായിട്ട് പോലും അവർ ബസ്സിൽ പോകാതെ നടന്നു പോകും. കാരണം ഞങ്ങൾ ചർച്ചിലോട്ട് പോകുമ്പോഴാണ് അന്നത്തെ അവിടുത്തെ അപ്പച്ചനൊക്കെ പണ്ട് കൂടിയിരുന്ന് ചർച്ച വിട്ട് അവരിങ്ങോട്ട് വരുന്നു. അപ്പോൾ അവർ കളിയാക്കുകയും ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അവർ മുമ്പിൽ കൂടെ വചനവും പിടിച്ചുകൊണ്ട് ആ ധൈര്യത്തോടെ നടന്നു പോകും. നമ്മളായിരുന്നെങ്കിൽ എന്തോടത്തേനും ഒത്തിരി നടക്കാനുണ്ട്. ഞങ്ങളെ ബസ്സേ വിട്ടിട്ട് അവർ നടന്നു വരും. കാരണം അവർ ഇതെടുത്തതിനൊരു ദൃഢമായ ഒരു നിശ്ചയമുണ്ടായിരുന്നു. ആ ബൈബിളും പിടിച്ചുകൊണ്ട് നടക്കും. ഇന്ന് നമ്മളാണെങ്കിലോ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട അവസ്ഥയാണ്. നമ്മളെപ്പോഴും കോമൺ ആണ്, ബ്ലെൻഡ് ഇൻ, മിക്സ് ഇൻ, കോമൺ ആണ്. കീപ്പ് എ ഡിസ്റ്റിങ്ഷൻ, ക്ലാരിറ്റി, മേക്ക് യുവർ സെൽഫ് നോ ദാറ്റ് ഹൂ യു ആർ. ദൃഢനിശ്ചയത്തോടുകൂടി എരിവോടുകൂടി നിൽക്കുവാൻ ഇടയാകണം. ഓക്കെ, അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അമ്മച്ചി ഞായറാഴ്ച കല്യാണത്തിന് വയ്ക്കും, സഭായത്തിന് പോകാതിരിക്കാൻ വേണ്ടി. അപ്പച്ചനും പപ്പയൊക്കെ ആ ഞായറാഴ്ച തന്നെ ചർച്ചിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ പോകും. ഇവിടെ ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം അമ്മച്ചി പറഞ്ഞു കേട്ടിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, എടി ഞങ്ങൾക്ക് നാണം കേടാ ഇത് കൊടുക്കുന്നത്, കമ്മലും മാലയൊക്കെ കൊടുത്തിട്ട് നീ അത് ഈ കുറച്ച് നേരത്തേക്കെങ്കിലും ഇടാൻ പറയും. അമ്മച്ചി പറയും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അമ്മച്ചി കുറച്ച് നേരത്തെ അവർക്ക് നാണക്കേടായതിന് ഈ കല്യാണം കഴിയുന്നിടം വരെ എങ്കിലും സ്വർണ്ണമൊന്നും ഇട്ട് അവർ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ബന്ധം വേർപെട്ടാലും
എടുത്ത തീരുമാനം, ക്രിസ്തുവായിട്ടുള്ളത് കളയാൻ അവർ തീരുമാനം, ഒരു മിനിറ്റ് നേരത്തേക്ക് പോലും കമ്മൽ മലയിടാൻ അമ്മച്ചി സമ്മതിച്ചില്ല. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡായിട്ട് നിന്ന്. ഇതിപ്പോൾ ഞാനീ പറയുമ്പോൾ നിങ്ങൾക്കറിയാം അനേക കഥകൾ ഇതേപോലെ നിങ്ങളുടെ പേരൻസിനും അവർക്കൊക്കെ പറയാനുണ്ട്. പക്ഷെ ഇന്ന് ആ സെയിം ഡെഡിക്കേഷൻ നമുക്കുണ്ടോ? നമുക്കൊരു നട്ടലോടുകൂടി നിൽക്കാൻ കഴിവുണ്ടോ? നമുക്കൊരു ദൈവത്തിൻ്റെ ലൈറ്റ് നമ്മൾ പ്രകാശിക്കുവാന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടോ? നമുക്ക് നമ്മളാരെന്നൊരു തിരിച്ചറിവുണ്ടോ? ഒരു ക്ലാരിറ്റി ഉണ്ടോ? നമുക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ വയ്ക്കാനുണ്ടോ? നമുക്ക് അതിര് കെട്ടാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരു ഹോളി കീപ്പ് എ സെപ്പറേഷൻ എന്ന് പറയുമ്പം മേക്ക് യുവർ സെൽഫ് നോ ഹൂ യു ആർ, ക്ലാരിറ്റി. മനസ്സിലായോ? അല്ലാതെ മറ്റേ ആളിൽ നിന്ന് കംപ്ലീറ്റ് ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരു കോൺഫ്ലിക്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ക്ലാരിറ്റി. ദൈവം അത് ലൈറ്റിനെ അന്ധകാരത്തിൽ നിന്ന് ഒരു സെപ്പറേഷൻ. മനസ്സിലായി? ഇനി അടുത്ത വാക്കിലുണ്ട് അതിനൊരു വേലി കിട്ടുന്നതായിട്ടുണ്ട്. അന്ധകാരത്തിനും ലൈറ്റിനും തമ്മിൽ ഒരു വേലി കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ യഹൂദന്മാരുടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ടെമ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ചുറ്റും നമുക്കറിയാം നെഹമ്യാവിൻ്റെ ഇത് പറയുമ്പം അവർ ആ ഒരു വോൾ ഉണ്ടാക്കാൻ വേണ്ടി, എന്തിനാ വോൾ? ഒരു ഫെൻസ്. ഇതാണ് തോറ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം. യഹൂദന്മാരെ സംബന്ധിച്ചോളം തോറ, ദൈവത്തിൻ്റെ വചനം, അവർക്ക് അതൊരു ഒരു ഫെൻസാണ്. മനസ്സിലായി? ആ ഫെൻസ്, അതിൻ്റെ അകത്തുള്ളിൽ നിന്ന് അവരുടെ ജീവിതം എത്രയോ മാക്സിമം സന്തോഷവും ബ്യൂട്ടിഫുള്ളും ദൈവനാമ മഹത്വത്തിന് പുകഴ്ചയ്ക്കും കാരണമായി തീരാൻ പറ്റും, അതാകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ദേ ഡോണ്ട് കെയർ അബൌട്ട് മറ്റേ ലോകത്തിലെ കാര്യങ്ങൾ, വലിയ വീടും വലിയ കാറും അതും ഇതും ഒന്നും അവർക്ക് പ്രശ്നമല്ല. They make their life beautiful to show other people that, or show themselves that, or അല്ലെങ്കിൽ മറ്റൊരു കാണിക്കുക, this is what God made us to do. ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത ഇത് ചെയ്യാനാണെന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ എന്നെ ചോദിക്കുന്നത്, നമ്മളിൽ ആ ഒരു ഡെഡിക്കേഷനുണ്ടോ? നമുക്ക് ആ ഒരു ഡെഡിക്കേഷൻ വയ്ക്കാൻ പറ്റും. ഇപ്പം ഞാൻ വലിയതാണ്ട് ചെയ്തു എന്നല്ല പറഞ്ഞത്, എന്നിലെ കാര്യങ്ങളെ എൻ്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായോ? എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നെക്കാട്ടി ബെറ്റർ ആയിരിക്കും, മനസ്സിലായോ? പക്ഷെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ത്തപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്വയം ശോധന ചെയ്യുക, ഒരു പരിശോധിക്കുക. മനസ്സിലായോ? അപ്പം അങ്ങനെ ചെയ്യുക എന്നുള്ള ഉദ്ദേശമുള്ളൂ, കുറ്റപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമല്ല. ഒരു ബാക്ക് ബോണോടുകൂടി, നാട്ടിലോടുകൂടി നിൽക്കുക. ഇപ്പം ഞാൻ ഈ വെള്ളം ഉടുപ്പിട്ടതിൻ്റെ പേര് എനിക്ക് എന്ത് കളിയാക്കിയിട്ടിട്ടുണ്ട്, എന്നെ എത്ര പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞ, ആദ്യമായിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെ ഒരു നല്ല വാക്ക് ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും പഴി, ദുഷി, നിന്നെ, ഞെരുക്കോ മാത്രമുള്ളൂ. ഏതെല്ലാം രീതി എന്നെ കളിയാക്കാമോ പബ്ലിക്കായിട്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിലും പബ്ലിക്കായിട്ട് എന്നെ കളിയാക്കി. അതേപോലെ ഏതെല്ലാം രീതി കളിയാക്കാമോ ആ രീതിയിലെല്ലാം എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. I chose to do this. This is what I chose. This is what I'm going to do. എനിക്ക് ജീവൻ ഉള്ള കാലത്തോളം ഇത് കീപ്പ് ചെയ്യണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. പാട്ടുകാരൻ പറയുന്നത് എന്തോ, കഴിഞ്ഞ ദിവസം ഒരു പാട്ടിൻ്റെ എനിക്ക് മുമ്പിൽ പലരും പോയി, എനിക്ക് പിമ്പിൽ പലരും വന്നു, എല്ലാവരും വീഴ്ത്തപ്പെട്ട സ്ഥലത്ത് ഞാൻ വീഴ്ത്തപ്പെടാതിരിക്കാൻ വേണ്ടി എന്നെ യാഹേ നീ എന്തെയോ, ആ പാട്ടിൻ്റെ അകത്ത്, ആ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസയ്ക്കകത്ത് ഉള്ള ഏതാണ്, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ, എന്നിലും ഭക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. അപ്പം
ഈ പോർക്കളത്തിൽ എന്നിലും ശക്തർ എന്നിൽ ഭക്തർ വീണു, പക്ഷെ അതേപോലെ പോകരുതേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന എനിക്ക്, വീഴ്ത്തപ്പെടാതിരിക്കാൻ, എടുത്ത തീരുമാനത്തിൽ ഉറച്ച് ജീവിതാന്ത്യത്തെ വിശ്വസയോടിരിക്കാൻ. അതുമാത്രമല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തെ എനിക്ക് വലിയ പ്രകടനമൊന്നും കാണിക്കാതെ കാണിച്ചു കൊടുക്കുക, ആൾക്കാരെ അറിയിക്കുക, അവരിൽ ഒരു മേക്ക് എ ഡിഫറൻസ്. ഞാൻ എൻജോയ് ചെയ്യുന്ന പോലെ അവരും എൻജോയ് ചെയ്യണമെന്നുള്ള ഒറ്റൊരാഗ്രഹമുള്ളൂ എനിക്ക്. അല്ലാതെ വലിയ ഇതൊന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓരോ കൊച്ചു ഡെസിഷൻ എടുക്കുമ്പോൾ പോലും എനിക്കിഷ്ടം പോലെ ഞാനൊരു ഫെൻസ്, എൻ്റെ ജീവിതത്തിൽ ഒരു ഫെൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. മനസ്സിലായി, ഞാൻ ആരാന്ന് മനസ്സിലായപ്പം ആ ഒരു രീതിയിൽ കൂടെ ഫെൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. സെപ്പറേഷൻ, ഒരു ക്ലാരിറ്റി വരുത്തുമ്പം പല ഡെസിഷനിലും എനിക്ക് ഇത് കേട്ടിട്ടുണ്ട്, പല ഇതിലും കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എന്നെ വിളിച്ചവൻ ആരാന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ആ ജീവിതാന്ത്യത്തോളം ആ ഒരു ഇത് കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഓരോ ദിവസവും ദൈവമേ വീഴ്ത്തപ്പെട്ടു പോലെ എന്നുള്ള ഒറ്റൊരു പ്രാർത്ഥനയെ ഉള്ളൂ. ഓക്കെ, അപ്പം സെപ്പറേഷൻ, ഗാഡ് എന്തോ എടുത്തു, വയാവിദ്യയെ സെപ്പറേറ്റ് ചെയ്തു. എന്തോന്നൊക്കെ തമ്മി, ഇരുട്ടും വെളിച്ചവും തമ്മി. മനസ്സിലായി, ഇതേപോലൊരു സെപ്പറേഷനാണ് ദൈവം നമ്മളെ കൂടെ. ഈ സെപ്പറേഷൻ എന്നുള്ള വാക്ക് സെറ്റപ്പാർട്ട്, അത് റിച്വലായിട്ടുള്ള, സ്പിരിച്വലായിട്ടുള്ള, മോറലായിട്ടുള്ള, ഗുഡ് ആൻഡ് ഈവൽ, ഹോളി ആൻഡ് കോമൺ, ക്ലീൻ ആൻഡ് അൺക്ലീൻ, ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു ഫെൻസ് ഉണ്ടാക്കി നമ്മുടെ ജീവിതം, നോ ഹൂ യു ആർ. എൻ്റെ ജീവിതം പോലെയല്ല എല്ലാവരുടെയും ജീവിതം. ഓക്കെ, അതുകൊണ്ട് നിങ്ങളാരാണ്, നിങ്ങളെങ്ങനെയാണ് തിരിച്ചറിയുക, നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങളുടെ ഇതും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ പ്രകാരം ഒരു ഫെൻസ് ഉണ്ടാക്കി മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ, ഹാർമണൈസ്ഡ്. ദൈവം നോക്കുമ്പം, ദൈവത്തിൻ്റെ പ്രകാശം വരുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യും. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളിൽ അടിക്കുമ്പം ആ പ്രകാശം അതേ രീതി നിങ്ങളെയല്ല കാണേണ്ടത്, ക്രിസ്തുവിനെയാണ് മറ്റുള്ളവർ കാണേണ്ടത്. ദൈവത്തിൻ്റെ പ്രകാശം അടിക്കുമ്പോൾ നിങ്ങളെ കണ്ട തെറ്റിപ്പോയി. അവിടാണ് ഫാറ്റ് എടുക്കുന്നത് പറയുന്നത്. നമ്മുടെ പ്രശംസയിൽ പുകഴ്ത്തിപ്പെട്ടു പോയെന്ന് പറയുന്നത്. മനസ്സിലായി, ദൈവത്തിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുമ്പം നിങ്ങളെയല്ല കാണേണ്ടത്, നിങ്ങളിൽ കൂടെ ക്രിസ്തുവിനെയാണ് മറ്റുള്ളവർ കാണേണ്ടത്. അവിടാണ് യാഗപീഠത്തിൻ്റെ ഫാറ്റ് എടുക്കരുത്. മനസ്സിലായി, ആ റിഫ്ലക്ഷൻ അടിക്കുമ്പം ക്രിസ്തുവിനെ കാണാനിടയാക്കണം. അവിടാണ് നമ്മുടെ വിജയം. അല്ല നമ്മളെ കണ്ട നമ്മൾ ജീവിതം ഇനിയും മെച്ചപ്പെടാനിരിക്കുന്നു. ഓക്കെ, അത്രയോ. അപ്പം അതാണ്. ഇനിയും ഒത്തിരി പറയാനുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം അടുത്ത വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനം ആത്മാവിനെയും സോളിനെയും സ്പിരിറ്റിനെയും തമ്മി വേർപിടിച്ച് ചെന്നിട്ട് നല്ലതെന്തുവെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ നടക്കുന്നു. ഹെബ്രായ 4:12 വേർഡ് ഓഫ് ഗാഡ് ഈസ് ഇരുവാഴ്ത്തിലുള്ള വാള് ആത്മാവിനെയും മജ്ജകളെയും മേധസ്സിനെയും എല്ലാം പിളർക്കുമാറാക്കി ചെന്ന് നമ്മുടെ അകത്തെ തോട്ട്സ് മനസ്സിലാക്കി അത് മാറ്റി നല്ലതാക്കി ദൈവത്തിൻ്റെ നാമത്തിന്, ദൈവത്തിൻ്റെ കിങ്ഡം ഓഫ് ഗാഡിന് പ്രയോജനപരമായി തീരുക. മനസ്സിലായോ? അപ്പം അതേപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിന് 1:13 പറയും, വി വേർ ഇൻ ദ ഡാർക്ക്നെസ്. നമുക്ക് വേണ്ടി ഒരു വലിയൊരു പ്രൈസ് കൊടുത്തു. ഡോണ്ട് ടേക്ക് ഇറ്റ് ഗ്രാൻറ്റഡ്. ലഘുവായിട്ട് കാണല്ലേ. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. മനസ്സിലായോ? അത് ആ ഡെലിവറി ഒരു വലിയ പ്രൈസ് കൊടുത്തു. ആ പ്രൈസ് കൊടുത്ത് നമ്മളെ അന്ധകാരത്തിൻ്റെ ഡൊമൈനിൽ നിന്ന് നമ്മളെ എന്തെടുത്തു, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മനസ്സിലായോ? ആ ഒരു വാക്യം. നമ്മൾ പണ്ട് അന്ധകാരത്തിലായിരുന്നു, ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിൽ അടിച്ചു. അപ്പം ആ വെളിച്ചം മാറി. ഇനിയും അത് കാണുമ്പം, അത് കഴിഞ്ഞ് ദൈവം നമ്മളിൽ നോക്കുമ്പം ആ വെളിച്ചമടിച്ച് നമ്മളെ എന്തു ആകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കാണുമ്പോൾ ദൈവം എന്ന് പറയണം, ഓക്കെ കീറ്റോ നല്ലതായി എന്ന് പറയണം, ഹാർമോണിയസായിട്ട് എല്ലാം നടക്കുന്നു എന്ന് പറയാൻ ഇടയാകണം. അവിടാണ് നമ്മുടെ വിജയം. മനസ്സിലായി? അല്ലെങ്കിൽ പരാജയം. ഓക്കെ, അപ്പം നമ്മുടെ വെളിച്ചം അടിക്കുമ്പം എന്തോ എടുക്കണം, ആ വെളിച്ചം
പ്രകാശിക്കണം. മറ്റുള്ളവരിൽ ക്രിസ്തുവിലേക്ക് പ്രകാശിക്കണം. ക്രിസ്തുവായിട്ട് പ്രകാശിക്കണം. ഓക്കെ. പക്ഷേങ്കിൽ ഇത് പറയുമ്പോൾ ഇവിടെ ഉണ്ട് ഒത്തിരി നമുക്ക് കുറേ നമ്മളിൽ കുറേ പഴയ കുറേ എന്താ പറയുന്നത് നിർബന്ധങ്ങൾ. നമ്മൾ ഒരു ആൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എനിവേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു ഇത് വയ്ക്കുക. നമ്മളെ തന്നെ മറ്റുള്ളവരിൽ ഒരു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. മനസ്സിലായി? അതായി തീരട്ടെ. ലൈറ്റ് നിങ്ങളിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിങ്ങളിൽ പ്രകാശിക്കട്ടെ. ഓക്കെ. പ്രകാശിക്കുമ്പോൾ എന്ത് പറ്റും? ഇരുൾ മാറിപ്പം. ഇരുളും വെളിച്ചവും തമ്മിലൊരു വേർതിരിവുണ്ടായി. ഓക്കെ. അടുത്തത് നമ്മൾ കാണുന്ന വൈക്രായലോഹീം എന്നുള്ള വാക്കാണ് കാണുന്നത്. ഓക്കെ. വൈക്ര എലോഹിം എന്ന് പറയുന്നത് ഈ വൈക്ര എന്ന് പറഞ്ഞാൽ ഗാഡ് ഖാറ എന്ന് പറയുന്നത് ഗോഡ് കോൾഡ്. ബാറ നമ്മൾ വായിച്ചു, ഗാഡ് ക്രിയേറ്റഡ്. ബാഡ അവിടെ ഖോഫ് ഇടുമ്പം ഖാറ. മനസ്സിലായി? ഗാഡ് കോൾഡ് അസ്. മനസ്സിലായി? ദൈവം ഇപ്പം നമ്മളെ വിളിക്കാൻ പോവാം. ഗാഡ് കോൾഡ് അസ്. ഈ വൈക്ര എന്നുള്ള വേർഡാണ് എക്സോഡസിൻ്റെ ഹീബ്രു. എങ്ങനെ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് അന്ധകാരവും പാപവും എന്ന് പറഞ്ഞാൽ ഒരു ഈജിപ്തിൻ്റെ ഒരു സിംബലിസമാണ്. ഈജിപ്റ്റ് അന്ധകാരവും ഇതാണല്ലോ പറയുന്നത്. അതൊരു സിംബലിസം. മനസ്സിലായി? ഒരു ആത്മീയ സിംബലിസമാണത്. അതേപോലെ നമ്മൾ പറയാറുണ്ട് അന്ധകാരം പാപമാണ്. നോ അല്ല. ഇപ്പോൾ ഈ ഇവിടെ പറയുന്നത് അതൊരു സിംബലിസം മാത്രമേ ഉള്ളൂ, ഉപമ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം അതിൽ നിന്ന് ഈ മിസ്രൈമിൽ നിന്ന് വിളിച്ച് പുറപ്പെടുവിച്ചു. ദൈവം നമ്മളെ വിളിച്ചു. ഓക്കെ. പേര് ചൊല്ലി വിളിച്ചു. മനസ്സിലായി? ഗോഡ് കോൾഡ് അസ് ബൈ ആസ് അവർ നെയിം. നമ്മളെ പേര് ചൊല്ലി വിളിച്ചു എന്ന് പറയുന്ന പോലെ. വൈക്ര എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സഡസ്. ഓക്കെ. അപ്പം വൈക്ര എലോഹിം, ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, നമ്മുടെ പേര് ചൊല്ലി വിളിച്ച് നമ്മളെ ഇതാക്കി. ഓക്കെ. വൈക്ര. അടുത്തവന് ലാ ഓർ യോം. എന്ത് വിളിച്ചു? വെളിച്ചത്തെ ദിവസം എന്ന് വിളിച്ചു. ദൈവം വെളിച്ചത്തെ യോം എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ ഈ ഒരു ദിവസം, ഈ യോം എന്ന് പറയുന്നത് 24 ഡേ അല്ല. ഓക്കെ. വെളിച്ചം എന്ന് പറയുന്നത് 24 ഡേ അല്ല. ഓക്കെ. അത് ഓർത്തോണം. 24 ഒരു വെളിച്ചം, ഇപ്പുറത്തെ ഇരുള്, അതിന് നടുക്ക് നമ്മുടെ പ്ലാനറ്റ് ഇരിക്കുന്നേ ഉള്ളൂ. മനസ്സിലായി? ഇങ്ങനെ ഇരുന്ന് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു, 2 സ്ഥലത്താക്കി. നടുക്ക് നമ്മുടെ പ്ലാനറ്റ്. ആ രീതി കാണണം. ഓക്കെ. ഇനിയും വരാൻ പോകുന്നുണ്ട്, 24 ഡേ വരാൻ പോകുന്നുണ്ട്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് വേ ലാ ഹോഷേക്ക് കറ ലായില്ല എന്ന് കഴിഞ്ഞാൽ ഇരുളിനെ വിളിച്ചു നൈറ്റ് എന്ന്. മനസ്സിലായി? ഇരുളിനെ നൈറ്റ് എന്ന് വിളിച്ചു. നൈറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി വെളിച്ചം, ഇരുളിൻ്റെ വെളിച്ചമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇരുളി പ്രകാശിക്കുന്ന ഒരു വെളിച്ചമെന്ന് മാത്രമേ ഉള്ളൂ നൈറ്റ്. ഓക്കെ. എന്നോട് നിങ്ങൾ ഡിസഗ്രി ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ. മനസ്സിലായി? അപ്പം വേ ഹൊഷേക്കിനെ, ഡാർക്ക്നെസ്സിനെ ദൈവം എന്ത് വിളിച്ചു? നൈറ്റ് എന്ന് വിളിച്ചു. ഓക്കെ. നൈറ്റ് എന്ന് വിളിച്ചിട്ട് അത് കഴിഞ്ഞ് വരുന്നതാണ് വയഹി. ഈ വയഹി നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു. ഹൈറ്റാകുന്ന ഒരു പഠിച്ചല്ലോ. എന്തോ ഹയാന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ എ വെസൽ, ടാഹ് എന്ന് പറഞ്ഞാൽ വെസൽ, ലൈഫ് ഇൻ എ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ടാഹ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഹയ്യ എന്നുള്ളതിൻ്റെ ഹാ എടുത്ത് മറ്റേ വൈഹി. ഓക്കെ. വൈഹി ടു ബി എന്നൊക്കെ ഉള്ള ഒരു അപ്പം വൈഹി യേരേവ്, വൈഹി ബോക്കേർ യോം എഖാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ദെയർ വാസ് ഈവനിങ്, ദെയർ വാസ് മോർണിംഗ്, ഫസ്റ്റ് ഡേ. യേരേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്,
ബോക്കേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ്, യോം എന്ന് വെച്ചാൽ ദിവസം, ഒന്നാം ദിവസം. ഇപ്പം 24 hours ടൈം പീരീഡായി. ഓക്കെ, അപ്പം യോം എന്ന് പറയുന്നത് ഒരു ഈ യോം എന്ന് പറയുന്ന ഒരു ദിവസമല്ല, അതൊരു അതിനെന്താ പറയുന്നത്, കുറച്ച് നേരത്തേക്കുള്ള ഒരു ടെമ്പററി ഇലുമിനേഷൻ ടൈം എന്നാണ്. അതേപോലെ തന്നെ ലൈല എന്ന് പറഞ്ഞാൽ നൈറ്റിനെ, അതും ഒരു ടെമ്പററി കുറച്ച് നേരത്തേക്കുള്ള ഒരു സമയമുള്ളൂ. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ക്രിസ്തീയ വരുമ്പം ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ദൈവമാണ് ലോകത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചം നമ്മൾ പ്രകാശം. നൗ വെൻ നമ്മൾ ഡാർക്ക്നെസ്സിലായിരുന്നു, നമ്മളെ കിങ്ഡം ഓഫ് ലൈറ്റ്, കിങ്ഡം ഓഫ് ഗാഡിലോട്ട് കിങ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നൗ വി ആർ ബിക്കം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ ഒരു ലൈറ്റ് ഓഫ് ദ ഇതായിട്ട് പ്രകാശിക്കണം. ഓക്കെ, അപ്പോൾ യോന അപ്പം അത് പിന്നെ അടുത്തത് 1 തെസ്സലോനിയൻ്റെ അകത്ത് പറയുമ്പോൾ നമ്മൾ പകലിൻ്റെ പകലിൻ്റെയും മക്കളായി നടക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം ഇത് ഗ്രീക്ക് ഭാഷയിൽ വരുമ്പം കൈറോസും ക്രോണോസുമായിട്ട് രണ്ട് ഇത്. കൈറോസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻറ്റഡ് ടൈമായിട്ടാണ് പറഞ്ഞത്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ സമയം. മനസ്സിലായോ? അപ്പം ഇതെങ്ങനെ 24 മണിക്കൂർ സമയമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം യോം എന്ന് പറയുന്നത് ഇത് വെളിച്ചം, രാത്രി, അതിൻ്റെ നടുക്ക് നമ്മൾ. ഓക്കെ, ഇനി ഇത് കറങ്ങി തുടങ്ങുമ്പോഴാണ് വരുന്നത് ഈവനിങ്, മോർണിംഗ്. മനസ്സിലായോ? പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ, ഈവനിങ് യഹൂദന്മാരുടെ ഈവനിങ്ങാണ് ഒരു ദിവസത്തിൻ്റെ തുടക്കം, നൈറ്റാണ് വരുന്നത്. പക്ഷേ സാംസ് ഒന്നാം സങ്കീർത്തനം നിന്ന് വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ അലച്ചുപ്രായം നടക്കാതെ, പാവയുടെ വഴി നിൽക്കാതെ, പരിഹാസത്തെ ഏർപ്പെടുത്തിയിരിക്കാതെ, അവിടെ ന്യായപ്രമാണം സന്തോഷിച്ച് ന്യായപ്രമാണത്തെ പകൽ ധ്യാനിക്കും. പകലും അത് നേരെ ഓപ്പോസിറ്റായി, ഡേ ആൻഡ് നൈറ്റായി. മനസ്സിലായോ? അപ്പം അതൊരു മാറി വന്നു. പക്ഷെങ്കിൽ ഇവിടെ രേവ് എന്ന് പറയുമ്പം മോർണിംഗും അല്ല വെളിച്ചവും അല്ല, ലൈറ്റും അല്ല, ഡാർക്ക്നെസ്സും അല്ല. മനസ്സിലായോ? ഒരു രേവിന് ഈവനിങ് ടൈം ഏതാ? ആദ്യം മോർണിംഗും ഒരു വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള മിക്സ്ചർ സമയം ആയി വരിക. മനസ്സിലായോ? അപ്പം സമയങ്ങൾ 4ആയിട്ടായി വരിക. ഒന്ന് വെളിച്ചം, ഒന്ന് ലൈറ്റ്, ഡാർക്ക്നെസ്, ഈവനിങ്, മോർണിംഗ്. ഓക്കെ, അങ്ങനെ 4ആയിട്ട്. അപ്പോൾ സമയങ്ങളും ഇപ്പം യഹൂദന്മാരോട് ചോദിച്ചാൽ 2 സമയമേ ഉള്ളൂ, 2 സീസണേ ഉള്ളൂ, വിൻ്ററും സമ്മറും. പക്ഷെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഓട്ടവും ഉണ്ട്, സ്പ്രിങ്ങും ഉണ്ട്. മനസ്സിലായി? എന്ന് പറയുന്ന പോലെയുള്ള ഇതാണ്. മനസ്സിലായോ? അപ്പം ഒരു സർക്കിളിലാക്കുക. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈവനിങ് ഈവനിങ് വരുമ്പം ആദ്യം വെളിച്ചം, പിന്നെ ഇരുട്ട്. മനസ്സിലായി? വെളിച്ചം ഇരുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ബൊക്കേർ മോർണിംഗ് വരുന്നുണ്ട്. എവിടെ? ഇരുള് പ്രഭാതത്തിലേട്ട് വരുന്ന ഒരു സമയം. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ പ്ലാനറ്റ് റോൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറയും, നേരത്തെ റോൾ ചെയ്ത് ദൈവം എല്ലാം റോൾ ചെയ്തിട്ടുണ്ടാക്കി. പക്ഷേങ്കിൽ ഈ ബൈബിളിലെ വേർഡ്സ് വരുമ്പം ഇപ്പോഴാണ് റോൾ ചെയ്യാൻ പറ്റിയത്. ഈ യോമ അത് കഴിഞ്ഞ് പറയുന്ന ദിവസം എന്തുവാ? യോം ഏഖാദ്, 1-ാം ദിവസം. മനസ്സിലായോ? 1-ാം ദിവസം ഇപ്പോഴാണ് വരുന്നത്. ദിവസം 1 ഇപ്പോഴാണ് വരുന്നേ ഉള്ളൂ. പക്ഷേ പലരും ബറഷീത്ത് ഇനി എന്തോ 1-ാം ഇതായിട്ട് കാണുക. ബർഷീത്തും യോമും ഏഖാദും ഒന്നല്ല. ബർഷീത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഹെഡ് ഓഫ് ദ ഇത് മനസ്സിലായോ? ഹെഡ് ഓഫ് ദ ഹൗസ്. അതിൽ 1-ാം ദിവസം വരുന്നുള്ളൂ. ദൈവത്തിൻ്റെ കിങ്ഡമായിട്ട്, ദൈവത്തിൻ്റെ ഒരു
ഷെക്കായന അല്ലെങ്കിൽ ഷെക്കായനക്കകത്തുള്ള ഒരു കിങ്ഡമാണ് ദൈവത്തിൻ്റെ. ആ കിങ്ഡം ഒരു മൽക്കൂത്ത്, മനസ്സിലായി, മൽക്കൂത്തിൻ്റെ അകത്തെ ഒരു ഹൗസായിട്ട്, ദൈവത്തിൻ്റെ ഒരു വീടായിട്ട്, ആ വീട്ടിലെ ഒന്നാം ദിവസമായി വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഇന്ന് നമ്മുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ തലസ്ഥാനം ആ ഒരു വീട്ടിലെ ഒന്നാം മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ഹൗസിലെ ഒന്നാമത്തെ പ്രസിഡൻറ്റ്, മനസ്സിലായി എന്ന് പറയുന്നത്. ഒന്നാം പ്രസിഡൻറ്റ് ഇന്ന ചെയ്തു, രണ്ടാം പ്രസിഡൻറ്റ് ഇന്ന ചെയ്തു, മൂന്നാം പ്രസിഡൻറ്റ് ഇന്ന ചെയ്തു, മനസ്സിലായി, അതേപോലുള്ള രീതി. അപ്പം അതാണ് വരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ, ഇപ്പോൾ ഇത്രയും നേരം ഇത് ചെയ്തല്ലേ, ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ആകത്തുക എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇതെന്തോ നോക്കാം, നമ്മൾ ഇന്ന് പഠിച്ചെന്തോ നോക്കാം. ഒന്നാം ദിവസത്തെ പറ്റി വയോമേർ എലോഹീം യഹി ഓർ വഹി ഓർ ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ട്. അന്ധകാരത്തിൽ കിടന്ന നമ്മളിലായിട്ട് ദൈവം ഒരു വെളിച്ചം അയച്ചു. ഓക്കെ, ആ വെളിച്ചം നമ്മളിൽ വന്നു. വെളിച്ചം വന്നത് മാത്രമല്ല, ദൈവം ആ വെളിച്ചം നല്ലതെന്ന് കണ്ടു, മനസ്സിലായോ? നമ്മളിൽ വന്ന വെളിച്ചം നല്ലതെന്ന് കാണാൻ ഏതൊരു പർപ്പസിന് നമ്മളിൽ ദൈവം വെളിച്ചം അയച്ചോ, ആ പർപ്പസ് ദൈവത്തിൻ്റെ ഹിതത്തിന് അനുരൂപരാകാൻ വേണ്ടി നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ആ ഒരു പർപ്പസ് നടക്കുമ്പോഴാണ് ദൈവം ഗുഡ് എന്ന് പറയുന്നത്, മനസ്സിലായി എന്ന് പറയുന്നില്ല. ഇവിടെ ലൈറ്റ് എന്ന് വിളിച്ചു, ലൈറ്റിനെ നല്ലതെന്ന് കണ്ടു. അപ്പോൾ ലൈറ്റിനെ എന്തെടുത്തു? ആ ഇരുളിൽ നിന്ന് മാറ്റി, ആ പാപമായ അവസ്ഥയിൽ നിന്ന് മാറ്റി ആ ലൈറ്റിനെ നമ്മളെ ഇനി അടുത്ത നമുക്ക് ദൈവം. അപ്പം നമുക്കെല്ലാം കൂടി ഇനി അവസാനമായിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, ദൈവം നമ്മളെ അന്ധകാരത്തിൽ കിടന്ന നമ്മളിലേക്ക് വെളിച്ചം വന്നു. വെളിച്ചം ഇരുളിനെ മാറ്റി ഒരു പർപ്പസ്, നമുക്കൊരു ഒരു പർപ്പസ് വന്നു. ആ പർപ്പസ് എന്തുവാ? ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിവർത്തിക്കുക. ഓക്കെ, ആ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിവർത്തിച്ച് കാണുമ്പോൾ ദൈവം കാണുമ്പോൾ ഇറ്റ്സ് ഗുഡ്, ബ്യൂട്ടിഫുൾ, ഹാർമണി, ടിഫേററ്റ്, വഴക്കുണ്ടാകുമല്ല, മനസ്സിലായി, അപ്പുറത്തെ ആളിനെ സെപ്പറേറ്റ് ചെയ്യില്ല. നമ്മുടെ റോൾ എന്തോ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളത് പ്രവർത്തിക്കുമ്പോൾ ക്ലാരിറ്റി വരുത്തുക. നമ്മളുടെ ജീവിതം എന്തോ ഉദ്ദേശം, ആ ക്ലാരിറ്റി വരുത്തിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക, മനസ്സിലായോ? അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം കാണുമ്പോൾ ഓക്കെ ഗുഡ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസത്തിന് മോർണിംഗായി, സന്ധ്യയായി, ഉഷസ്സായി, ഒന്നാം ദിവസം. ഓക്കെ, അപ്പം ഇതിന് മുമ്പേ എൻ്റെ സ്റ്റോറേജ് എനിക്കൊന്ന് ഒത്തിരി വലുതായെന്ന് തോന്നി. ഫയൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പകുതി അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ 2 ഭാഗമായിട്ടാണ് ഇടുന്നത്. ഓക്കെ, അടുത്തത്. അപ്പം മനസ്സിലായല്ലോ എന്തോ പറഞ്ഞത്, എങ്ങനെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. വെളിച്ചം ഇരുളും തമ്മിൽ വേർപിരിച്ചു. എന്നിട്ട് വെളിച്ചത്തെ ലൈറ്റായിട്ടും ഇരുളിനെ രാത്രിയായിട്ടും വെച്ചിട്ട് ഭൂമി പ്ലാനറ്റ് കറങ്ങി തുടങ്ങി. ഓക്കെ, ഈവനിങ്ങായി, മോർണിംഗായി, ഒന്നാം ദിവസം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്നത്തെ സന്ധ്യാസമയം ഞങ്ങൾ അല്പനേരം ദൈവമേ അച്ഛനിൽ നിന്ന്, അച്ഛൻ്റെ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ഇടയാക്കിയല്ലോ. ദൈവമേ, ഞങ്ങളുടെ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും, ദൈവമേ അച്ഛൻ ഞങ്ങളെ എന്തിനു ക്രിയേറ്റ് ചെയ്തോ ആ ക്രിയേറ്റ് ചെയ്ത പർപ്പസ്ഫുള്ളിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തെറ്റിപ്പോവാൻ ഇടയാക്കല്ലേ. ഞങ്ങളാരെന്നൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടാവണമേ. ആ പർപ്പസിൻ്റെ ഹൃദയപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും മായയിലും ഒന്നും പെട്ടു പോകാതെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തുവന്ന് തിരിച്ചറിയാണ്ടാക്കണമേ. അന്ധകാരത്തിൽ കിടന്ന് ഞങ്ങളെ സൽഗുണ ഘോഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഗതവശവും വിശുദ്ധവശമായി ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. അന്ധകാരത്തിലായിരുന്നു ഞങ്ങളെ ദൈവത്തിൻ്റെ കിങ്ഡത്തിലോട്ട് ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്തല്ലോ. ആ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ അതിൻപ്രകാരം ജീവിപ്പാൻ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻപ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളിൽ സെപ്പറേഷൻ എവിടെയൊക്കെ വയ്ക്കണോ അവിടെയൊക്കെ ഞങ്ങൾക്ക് ആ ക്ലാരിറ്റി വരുത്താൻ ഇടയാക്കണമേ.
ഞങ്ങൾ ആരാന്നൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് വരുവാടാക്കണമേ. ഞങ്ങളിലൊരു ക്ലാരിറ്റി ഉണ്ടാവാടാക്കണമേ. ഞാനാരാ, ഞാൻ എന്തിനെ എന്നെ ക്രിയേറ്റ് ചെയ്തു, എൻ്റെ ഉദ്ദേശം എന്തുവാ, ഞാൻ എന്തിനാണ് ഞങ്ങളൊരു ദൈവത്തിൻ്റെ വെളിച്ചമായി തീരുവാടാക്കണമേ. ദൈവത്തിൻ്റെ വെളിച്ചം ഞങ്ങൾ പ്രകാശിക്കുമ്പം ഞങ്ങളായിരിക്കില്ലേ ക്രിസ്തുവിനെ ആയിരിക്കണമേ കാണുന്നത് ഉണ്ടാക്കണമേ. ഒരിക്കലും ഒരു ക്രെഡിറ്റും ഞങ്ങൾക്ക് എടുക്കുവാടാക്കല്ലേ. സകല മാനം മഹത്വം ഞങ്ങൾക്ക് അപ്പച്ചനെ കൊടുക്കുവാടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ കേട്ട വചനങ്ങളൊന്നും ആർക്കും ഒരു ദോഷത്തിനോ സങ്കടത്തിനോ ആയി തീരുമാനാക്കില്ലേ. കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി തീരുമാനാക്കണമേ. അനേക പേർക്ക് ഇത് അനുഗ്രഹമായി തീരുമാനാക്കണം. വചനത്തെ സ്നേഹിക്കാനും ഈ ദൈവത്തെ തിരിച്ചറിയാനും ദൈവമേ പാപികളായ ഞങ്ങളെ ദൈവമേ വിളിച്ച് ദൈവത്തെ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാനും അല്ലെങ്കിൽ ദൈവത്തിലെങ്കിലേക്ക് കടന്നു വരുവാനും ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. സകലമാനം മതശക്തി രാജ്യം കൃപ സകല ജീവിച്ചാൻ തന്നെ ആമേൻ.